السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذين آمنوا ولم يلبسون إيمانهم بظلم أولئك لهم الأمن وهم مهتدون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അനുഗ്രഹീതമായ റമദാൻ നമ്മളിൽ നിന്ന് പെട്ടെന്ന് വിട പറഞ്ഞു പോവുകയാണ്. മൂന്നിലൊരു ഭാഗം ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. ഇനിയുള്ള നാളുകളിൽ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മൾ ഓരോരുത്തർക്കും നല്ല ആരോഗ്യം, ആഫിയത്ത് നൽകി ഒരുപാട് ഇബാദത്ത് ചെയ്യാനും ഏറ്റവും ഭംഗിയായി ചെയ്യാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ലൈലത്തുൽ ഖദറിന്റെ പുണ്യം കരസ്ഥമാക്കാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മൾക്ക് എല്ലാവർക്കും എന്നേക്കുമായിട്ട് സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറന്നിട്ട് തരുമാറാകട്ടെ. നരകത്തിന്റെ കവാടങ്ങൾ എന്നേക്കുമായിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല പൂട്ടിത്തരുമാറാകട്ടെ. കഴിഞ്ഞ 1.5 മാസത്തിന്റെ ഇടയിൽ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എൻ്റെ വളരെ അടുത്തുള്ള 4 പേര് മരണപ്പെട്ടു. അല്ലാഹു സുബ്ഹാനഹു തആല അവർക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട AP അബ്ദുൽ ഖാദർ മൗലവിയുടെ ഖബറുകൾ അല്ലാഹു സുബ്ഹാനഹു തആല വിശാലമാക്കി കൊടുക്കുമാറട്ടെ. അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. സഹോദരിമാർ, ഒരു കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡോക്ടറായിക്കൊണ്ട് തന്നെ ഒരുപാട് മരണം കാണാൻ പറ്റും. മരണത്തിൻ്റെ അവസാനത്തെ മുഖം വളരെ അതിഭീകരമാണ്. ചിലപ്പോൾ അത് വളരെയധികം ഭയാനകരമാണ്. രോഗങ്ങൾ, പരീക്ഷണങ്ങൾ അത് വളരെ കാഠിന്യമാണ്. ആത്മാർത്ഥമായിട്ട് ഞാനും നിങ്ങളും എപ്പോഴും പ്രാർത്ഥിക്കേണ്ടത് സമ്പത്തിനോ പേരിനോ പ്രശസ്തിക്കോ ഒന്നുമല്ല, മറിച്ച് മരണം വരെ, അവസാനത്തെ ശ്വാസം വരെ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മൾക്ക് എല്ലാവർക്കും ആരോഗ്യം, ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾക്ക് എല്ലാവർക്കും ഹിദായത്ത് നിലനിർത്തി തരുമാറാകട്ടെ. ഇന്ന് പോലും രാവിലെ 3 പേഷ്യന്റ്, ഒന്ന് ഒരു ISM പ്രവർത്തകന്റെ പെങ്ങളെ മകൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കിടക്കുകയാണ് ഹീമോഫീലിയായിട്ട്. തലച്ചോറിൻ്റെ ഉള്ളിൽ ബ്ലീഡിംഗ് ആണ്. അത് ഓപ്പറേഷൻ ചെയ്താൽ അപകടം, ചെയ്തില്ലെങ്കിലും അപകടം. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഷിഫാക്കി കൊടുക്കുമാറാകട്ടെ. ഗൾഫിൽ നിന്ന് ഒരു ചെറിയ കുട്ടി ആക്സിഡന്റ് ആയിട്ട് 8-9 മാസക്കാലം കോമയിൽ കിടന്ന് ഇന്ന് ഇവിടെ കോഴിക്കോടിൽ എത്തിയിട്ടുണ്ട്, ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ. അല്ലാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിനും ഷിഫയാക്കി കൊടുക്കുമാറാകട്ടെ. ഇന്നലെ ഒരു വ്യക്തി എൻ്റെ വീട്ടിൽ വന്ന ഒരു പ്രായമുള്ള മനുഷ്യനാണ്. അദ്ദേഹം കണ്ണിന്ന് വെള്ളം വന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ കഴിഞ്ഞ 9 മാസമായിട്ട് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ 3 മാസക്കാലം ICUലായിരുന്നു. എന്നിട്ട് അവസാനം 30 ലക്ഷം കഴിഞ്ഞു ഭാര്യ മരിക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ഞാൻ വല്ലാണ്ട് ഓർത്തു. അദ്ദേഹം പറഞ്ഞു, ഡോക്ടർ അന്നേ പറഞ്ഞിട്ടുണ്ട് സർജറി ചെയ്യണ്ട. ഞാനത് കേട്ടില്ല. ഇന്നെനിക്ക് വല്ലാത്ത വിഷമമുണ്ട്. എനിക്ക് ഓർമ്മ വന്നത് അല്ലാഹു സുബ്ഹാനഹു തആല എനിക്കും നിങ്ങൾക്കും ഒരുപാട് താക്കീതുകൾ നൽകുന്നുണ്ട് ഖുർആനിലൂടെ. ഞാനും നിങ്ങളും അതിനെ അവഗണിക്കുകയാണ്, നമ്മളതിനെ മൈൻഡ് ചെയ്യുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു തആല ഓരോരുത്തരും കാത്തുരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ ഇന്നത്തെ വിഷയം വിശ്വാസവും ജീവിതമാണ്. ലോകത്തിൽ ഒരുപാട് മനുഷ്യന്മാർ കടന്നുപോയിട്ടുണ്ട്. ഓരോരുത്തർക്കും ഓരോ വിശ്വാസം. എന്നാൽ മഹാഭൂരിപക്ഷം മനുഷ്യന്മാർ വിശ്വസിക്കുന്ന ഒരു വിശ്വാസമുണ്ട്, നമ്മുടെയൊക്കെ സൃഷ്ടാവുണ്ട്, ആ സൃഷ്ടാവ് ഏകനാണെന്നുള്ളത്. അത് ദുനിയാവിൽ എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. കുറച്ച് ബുദ്ധിജീവികൾ എന്ന് അവകാശപ്പെടുന്ന നിരീശ്വരവാദികൾ മാത്രമാണ് ദൈവം ഇല്ല എന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് വെറും വെഡ്ഡിത്തരമാണ്. പ്രത്യേകിച്ചും ഒരു ഡോക്ടറൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ദൈവത്തെ നിഷേധിക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ ഉറപ്പിച്ച് വിശ്വസിക്കുന്നു, ഒരുപാട് ഈ രോഗികളുടെ മരണം കാണുന്നതുകൊണ്ട് പറയുന്നതാണ്, അവസാന നിമിഷം റബ്ബ് ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടിട്ട് ഓരോ മനുഷ്യനും മരിച്ചു പോകുന്നുള്ളൂ. അതിന് ചരിത്രം സാക്ഷിയാണ്. നമുക്കറിയാലോ, ഞാനാണ് ദൈവം എന്ന് പറഞ്ഞ ഫിർഔൻ പോലും മരിക്കുമ്പോൾ പറഞ്ഞു ആമന്നാ ബി റബ്ബി മൂസ വ ഹാറൂൻ. അങ്ങനെ വിശ്വസിച്ചിട്ടേ നമ്മൾ ഓരോരുത്തരും പോവുകയുള്ളൂ. അതുകൊണ്ട് ദൈവം ഉണ്ട്, ഏകദൈവം ഉണ്ട് എന്ന് ഭൂമിയിൽ എല്ലാവരും വിശ്വസിക്കുന്നു. എന്നാൽ ആ ദൈവത്തിനെ എങ്ങനെ ആരാധിക്കണം, എങ്ങനെ നമ്മൾ സമർപ്പിക്കണം, അതിൽ ഒരുപാട് വിശ്വാസങ്ങളുണ്ട്. ഇനി നോക്ക്, മഹാഭൂരിപക്ഷം ജനങ്ങളും അള്ളാഹു അല്ലാത്തവരോടാണ് സഹായം തേടുന്നത്, പ്രാർത്ഥിക്കുന്നത്, ആരാധന നടത്തുന്നുണ്ട്. നമുക്കറിയാം
യേശുവെ എന്ന് വിളിച്ചിട്ടാണ് മഹാഭൂരിപക്ഷം ആളുകൾ എനിക്ക് കുഞ്ഞുണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കുന്നത്. പക്ഷെ അവർക്ക് അതിന്റെ പ്രത്യക്ഷത്തിൽ റിസൾട്ട് കിട്ടുന്നുണ്ടല്ലോ. അവർ വിശ്വസിക്കുന്നു യേശുവോട് സഹായം തേടിയോണ്ടാണ് കുട്ടികൾ എന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഗുരുവായൂരപ്പന്റെ അടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അവർക്ക് കുട്ടികൾ ഉണ്ടാകുന്നതാണ് അവർ വിശ്വസിക്കുന്നത്. യഥാർത്ഥത്തിൽ എനിക്കും നിങ്ങൾക്കറിയാം, യേശുവിനെയും ഗുരുവായൂരപ്പനെയും സൃഷ്ടിച്ച സൃഷ്ടാവാണ് അവർക്ക് കുട്ടികളെ കൊടുക്കുന്നത്. അതുകൊണ്ട് ഒരു റിസൾട്ട് ഉള്ളതുകൊണ്ട് അതിന്റെ ആക്ഷൻ അത് ശരിയായിക്കൊള്ളുന്നില്ല. പ്രത്യക്ഷത്തിൽ ഒരു കാര്യം സാധിച്ചതുകൊണ്ട് ആ പ്രവർത്തനം ശരിയായിക്കൊള്ളുന്നില്ല. നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കണം. ഉദാഹരണത്തിന്, കള്ളു കുടിച്ചാലും സമാധാനം കിട്ടും. പക്ഷെ സമാധാനം കിട്ടാൻ കള്ളു കുടിക്കലല്ല ഇത്. ഒരു അന്യ സ്ത്രീയായിട്ട് ലൈംഗികമായിട്ട് നമ്മൾക്ക് ഏർപ്പെട്ടാൽ അത്ര തന്നെ ആസ്വാദനം കിട്ടും, പക്ഷെ അത് നരകമാണ്. എന്നാൽ സ്വന്തം ഭാര്യയോട് ലൈംഗികം ഏർപ്പെടുന്നത് അത് സ്വർഗമാണ്. അതുകൊണ്ടൊരു റിസൾട്ട് അല്ല പ്രാധാന്യം, അതിന്റെ വഴി കൂടി ശ്രദ്ധിക്കണം. ഇതിന്റെ നേരെ വിപരീതമാണ് അന്ധവിശ്വാസങ്ങൾ. ലോകത്ത് ഒരുപാട് അന്ധവിശ്വാസങ്ങളുണ്ട്. ഇനിയും ഒരുപാട് അന്ധവിശ്വാസങ്ങൾ വരും. ഈ അടുത്ത് പത്രത്തിലൊരു വായിച്ചു, ഭാരതീയ ജനതാ പാർട്ടിക്ക് 3ാമത്തെ അക്കം ഒരു അന്ധഭയാണ്. 3 വരുമ്പോൾ എല്ലാ മാസം 3 വരുമ്പോൾ ഒരു ഭയം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവരുടെ പ്രമോദ് മഹാജനും മുണ്ടയും മരിച്ചത് 3-ാം തീയതിയാണ്ടായിരിക്കും ഭയം. ഇനി എല്ലാ മാസം 3 വരുമ്പോൾ അവരൊരു ഭയപ്പാടുണ്ട്. നിങ്ങൾ നോക്ക്, ജാഹിലിയ കാലഘട്ടത്ത് തുമ്മുമ്പോൾ അതൊരു ദുശ്ശകുനായിട്ടാണ് കണ്ടത്. തുമ്മൽ, അൽഹംദുലില്ലാ ഇസ്ലാം വന്നത് മാറ്റി അൽഹംദുലില്ലാ എന്ന് പറയണം, ഒരു ദുശ്ശകുനുമില്ല. ഇനി കണ്ണീർ, മാരണം, ഇതൊക്കെ നമ്മൾ നോക്കിയോക്ക്. നമ്മൾ അതിൽ വിശ്വസിച്ച് തുടങ്ങിയാൽ നമ്മുടെ ജീവിതത്തിൽ പലതും നടക്കും. ഇന്ന് എനിക്ക് ജലദോഷം വരും, നാളെ എൻ്റെ ഭാര്യയ്ക്ക് അസുഖം വരും, ചിലപ്പോൾ മോള് വീഴും, പരീക്ഷ തോക്കും. ഇപ്പൊ ഒരാളൊരു ദിവസം നമ്മളെ വീട്ടിലെ മുറ്റത്ത് ഡെയിലി ഒരു മുട്ട ഇട്ടു, മാരണം ചെയ്ത മുട്ട. നമ്മൾ അതിൽ വിശ്വസിക്കാൻ തുടങ്ങിയാൽ നമ്മൾക്ക് വിശ്വാസം കൂടുതൽ രൂഢമൂലമാകും. അങ്ങനെയാണ് അന്ധവിശ്വാസങ്ങൾ സമൂഹത്തിൽ വേരൊറിക്കുന്നത്. ചെറിയൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറയാം. പലപ്പോഴും പറയാറുള്ളത്, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വന്നിട്ട് രോഗി മരിച്ചു എന്നാണ്. എനിക്ക് പലപ്പോഴും പറയാനുള്ളത് മറിച്ചാണ്. മരിക്കാനായതുകൊണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മറ്റോ ഹോസ്പിറ്റലിൽ തള്ളി വിടുക ചെയ്യുന്നത്. അപ്പം ഒരു എഫക്റ്റ് കിട്ടുന്നുണ്ട്. ആ വിശ്വാസം ശരിയായിക്കണം. നിങ്ങൾ ആദ്യമായിട്ടൊന്ന് വിശ്വസിക്കണം. ഇനി നോക്ക്, ഞാൻ ജനിച്ചു വീഴുന്ന അങ്ങനത്തെ ഒരു കുടുംബത്തിലായിരുന്നു. ഒരുപാട് കാര്യത്തെ പറ്റി ഭയമാണ്. പക്ഷെ നിസ്കാരമുണ്ടോ, നോമ്പുണ്ടോ, ഹജ്ജുണ്ടോ, എല്ലാം ഉണ്ട്. പക്ഷെ ഒരുപാട് ഭയം, എന്തിനൊക്കെയോ പറ്റി ഭയം. അപ്പൊ ഞാൻ ആലോചിച്ചു പോകണ്ട, റബ്ബേ, ഈ വിശ്വാസം കൊണ്ട് ഒരു നിർഭയത്വം കിട്ടുന്നില്ലല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നിർഭയത്വം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾക്ക് ഏറ്റവും ദുനിയാവിൽ നമ്മൾക്ക് മുഅ്ജിസത്തായിട്ട് ഗ്രന്ഥം അയച്ചിരിക്കുന്നത്. നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗത്തില് ആമിനു ബില്ലാഹി വ മലായികതി വ കുതുബിഹി വ റുസുലിഹി ആണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വരാനില്ല. ഇനി എനിക്കും നിങ്ങൾക്കുമുള്ളത് ഈ ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥം എനിക്കും നിങ്ങൾക്കും തരാൻ പോകുന്നത് വലാ ഖൗഫുൻ വലാ ഹും യഹ്സനൂൻ. നിങ്ങൾ ദുഃഖിക്കേണ്ട, നിങ്ങൾ ഭയപ്പെടേണ്ട. എന്തൊരു ജീവിതമാണ് സഹോദരന്മാരെ, നല്ലൊരു ജീവിതം ജീവിക്കാം. അതാണ് ഹിദായത്ത് സഹോദരന്മാരെ. ഹിദായത്ത് ഒരിക്കൽ കിട്ടി എന്ന് വെച്ച് വളരെ ആത്മവിശ്വാസത്തോടെ ജീവിച്ചാൽ പോരാ, അത് മരണം വരെ നിലനിർത്തിക്കൊണ്ടുപോകണം. അതാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് ഒരിക്കൽ പറഞ്ഞു, എനിക്ക് ഏറ്റവും വലിയ അനുഗ്രഹം ഹിദായത്ത് കിട്ടാം എന്നുള്ളതല്ല, ആ ഹിദായത്തിൽ തന്നെ ഞാൻ നിലനിന്ന് ഇന്നേ വരെ എത്തിയല്ലോ, അൽഹംദുലില്ലാ. ഇതെന്തുകൊണ്ടെന്ന് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ഒരു വർഷങ്ങൾക്ക് മുമ്പ് ഒരു MSM ഒരു കുട്ടി, വളരെ സജീവ പ്രവർത്തകരാണ് അദ്ദേഹം. ഇപ്പോൾ സലഫി ദാവ വിങ്ങിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകാം എങ്ങനത്തെ MSM ആയിരുന്നു അദ്ദേഹം. എന്റെ പേഷ്യന്റ് റൂമിൽ കയറിയിട്ട് വന്ന് പറയാണ്, ഡോക്ടറെ, നമ്മളിടയിൽ തൗഹീദും ഷിർക്കും തന്നെ തീരുമാനമായിട്ടില്ല. എനിക്ക് വല്ലാത്തൊരു വിഷമം തോന്നി. തൗഹീദും ഷിർക്കും തന്നെ തീരുമാനമായിട്ടില്ല. അതുകൊണ്ട് സഹോദരന്മാരെ, ഹിദായത്ത് എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണം. നിങ്ങൾ നോക്കാം, നിങ്ങൾ എല്ലാ പ്രവാചകന്മാരുടെ ചരിത്രം എടുത്തു നോക്കിയാൽ കാണാം, അവരുടെ തൊട്ടടുത്ത ഏതെങ്കിലും ഒരു ബന്ധുവിന് ഹിദായത്ത് കിട്ടിയിട്ടില്ല. 950 കൊല്ലം 950 years ആണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ദഅവത്ത് ചെയ്ത്. അദ്ദേഹത്തിന്റെ മകന് ഹിദായത്ത് കിട്ടിയില്ല. എനിക്കും നിങ്ങൾക്കും എന്തോ ഭാഗ്യം കൊണ്ട് എനിക്കും നിങ്ങൾക്കും ഹിദായത്ത് കിട്ടി. അതിന്റെ വില എനിക്കും നിങ്ങൾക്കും തിരിച്ചറിയില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് ഹിദായത്ത് കിട്ടിയാൽ മാത്രം പോരാ, നല്ല ഈമാനോട് മരിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഹിദായത്ത് നിലനിർത്താൻ എന്ത് വേണം? അള്ളാഹു സുബ്ഹാനഹു തആല സൂറത്തുൽ ഇസ്രായിലെ 36-ാമത്തെ വചനത്തിൽ അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട്, വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ ഇന്നസ് സമഅ വൽ ബസറ വൽ ഫുവാദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളോട് പറയാണ്, അറിവില്ലാത്ത കാര്യത്തെ പറ്റി നിങ്ങൾ പിന്തുടർന്ന് പോകരുത്. നിങ്ങളുടെ ചെവികൾ, നിങ്ങളുടെ കണ്ണുകൾ, നിങ്ങളുടെ ഫുവാദ്, നിങ്ങളുടെ തലച്ചോറ്, നിങ്ങളുടെ ഹൃദയം അത് തീർച്ചയായിട്ടും ചോദിക്കും. നമ്മൾ മനസ്സിലാക്കണം,
നിങ്ങൾ ആലോചിച്ച് എനിക്ക് വളരെ വിഷമം തോന്നി. എന്റെ ഒരുപാട് സുഹൃത്തുക്കള്, ഒരു 2-3 പണ്ഡിതന്മാർ, അവർ മാത്രമേ സത്യമുള്ളൂ, അവർ മാത്രമേ ഹക്കുള്ളൂ എന്ന് ആലോചിച്ച് ഇങ്ങനെ പോവുക. അങ്ങനെ പറ്റൂലല്ലോ, അങ്ങനെ പറ്റില്ല. നമ്മൾ നോക്ക്, ദുനിയാവിന് ഏതൊരു കാര്യത്തിനാണ് എത്ര അഭിപ്രായം എടുക്കാറുണ്ട്. നമ്മൾ ഒരു ചെറിയ മൊബൈൽ മേടിക്കുമ്പോൾ, ഒരു കാറ് മേടിക്കുമ്പോൾ, ഒരു സ്ഥലം മേടിക്കുമ്പോൾ, ഭാര്യയെ തെരഞ്ഞെടുക്കുമ്പോൾ, എല്ലാറ്റിനും 100 നാവുകളാ, 10 കടകൾ എണീറ്റ് കയറും. പക്ഷെ മതത്തിന്റെ കാര്യത്തിൽ എന്റെ പണ്ഡിതൻ, എന്റെ സംഘടന, ഇവര് മാത്രമാണ് ഹക്ക. ഇല്ല, അല്ല ചോദിക്കും. ഈ 3 കാര്യങ്ങൾ നാളെ ചോദിച്ചിട്ട് അങ്ങോട്ട് കിടക്കുള്ളൂ സഹോദരന്മാരെ. സൂറത്തുൽ മുൽക്കിലെ 10ാമത്തെ വചനത്തിൽ അള്ളാഹു പറയാണ്, വഖാലു ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു മാ കുന്നാ ഫി അസ്ഹാബിസ് സഗീർ. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, താക്കീതുകൾ ഒരുപാട് നമുക്ക് കിട്ടുന്നുണ്ട്. നരകത്തിന്റെ അടുത്തെത്തിയപ്പോൾ നമ്മളന്ന് ചിന്തിക്കും, അന്ന് 2014 ഒന്ന് ചിന്തിച്ചില്ലെങ്കിൽ എത്ര നന്നായിരുന്നു. ആലോചിക്കു സഹോദരനെ, ചിന്തിക്കാൻ ഖുർആന്റെ കൽപ്പനയാണ്, അള്ളാഹുവിന്റെ അമ്രാണ്. ഒരു ചിന്തിക്കാത്തൊരു മനുഷ്യന് നല്ലൊരു മുസ്ലിം ആവാൻ പറ്റില്ല. എന്നാൽ ഇപ്പോൾ പറഞ്ഞ് ചിന്തിച്ചാൽ മുഅ്തസില വിഭാഗമാവും എന്നാണ് ഒരു പണ്ഡിതൻ പറയുന്നുണ്ട് കേരളത്തിലെ. ആലോചിക്കു സഹോദരൻ, അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് പഠിക്കണം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു ഏറ്റവും ആദ്യം ഇറങ്ങിയ വചനം ഇഖ്റ എന്നാണ്. ഇഖ്റ മനസ്സിലാക്കണം. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങ് ഓതി കൊടുക്കുമ്പോൾ ഇസ്മി എന്നാ പറയണ്ടത്, കേൾക്ക് നബി അല്ല പറഞ്ഞത്. ഇഖ്റ, വായിച്ച് പഠിക്കണം. കിതാബ് മാത്രമേ ഇനി നിലനിൽക്കുള്ളൂ. ഖിയാമത്ത് നാൾ വരെ കിതാബ് ഉണ്ടാവും നമ്മുടെ കയ്യിൽ. അതുകൊണ്ട് ഇഖ്റ, വായിച്ച് പഠിക്കണം. കണ്ണുകൾക്കെല്ലാം അന്ധത ബാധിച്ചിരിക്കുന്ന എന്റെയും നിങ്ങളുടെ ഹൃദയത്തിനാണ് സഹോദരന്മാരെ. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് പഠിക്കണം. ഈ പഠിച്ച് വായിച്ച് എന്താണ് നമ്മൾ നേടുന്നത്? ഏറ്റവും ഒന്നാമത്തെ കാര്യം നമ്മൾ നേടിയെടുക്കേണ്ടത്, ഞാനും എന്റെ സൃഷ്ടാവും തമ്മിലുള്ള നല്ലൊരു ബന്ധം, അത് സുദൃഢമായ ബന്ധം, വളരെ സ്ട്രോങ് ബന്ധം. ആ ഈ ബന്ധത്തിനാണ് നമ്മൾ പലപ്പോഴും അഖീദ എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. ഉഖദ്, കെട്ടിയിടുക. ഞാനും എന്റെ റബ്ബിന്റെ നടുവിൽ ഒന്നുമില്ല, ഞാനും എന്റെ റബ്ബ്. ആ ബന്ധം നന്നാക്കിയെടുത്താൽ ഒരുപാട് ഗുണങ്ങളുടെ ഇൻഷാ അല്ലാഹ് ഞാൻ വിവരിക്കാം. നിങ്ങൾ നോക്കുക, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹിന്റെ അടുത്ത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കും, റബ്ബേ ഒരു വചനം പഠിപ്പിച്ചു തരാൻ പറഞ്ഞു. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു തആല പറയും, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയും, ഇത് കുറെ നാളായിട്ട് എല്ലാവരും ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നില്ലേ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു കൊടുത്തു, മൂസ, ഒരു തുലാസിന്റെ പാത്രത്തിൽ 7 ആകാശം ഭൂമിയുടെയും മറ്റേ തുലാസിന്റെ പാത്രത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ല, അതിന്റെ ഘനം തൂങ്ങും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അത്രയും ഗൗരവമുള്ള വാക്കാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് കൃത്യമായിട്ട് നമ്മൾ പഠിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങൾ നോക്ക്, ഒരു സഹാബി ഒരു യുദ്ധത്തിൽ ഒരു മനുഷ്യനെ കൊല്ലാൻ പോയി. കൊല്ലുന്നതിന് മുമ്പായി സഹാബി മരിച്ച ആള് മുശ്രിക്കായിരുന്നു ആദ്യം, അദ്ദേഹം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു. അപ്പോ ഇത് പ്രവാചകന്റെ അടുത്ത് എത്തി. അപ്പം സഹാബി പറഞ്ഞു, അദ്ദേഹം രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തോട് ചോദിച്ചു, നീ എന്താ അവന്റെ ഹൃദയം കീറി നോക്കിയിട്ടുണ്ടോ? അത്രയും ഗൗരവമുള്ള വാക്കാണ് സഹോദരന്മാരെ ലാ ഇലാഹ ഇല്ലല്ലാഹ്. വളരെ വളരെ ഒരു ആശ്വാസം നൽകുന്ന ഒരു ഹദീസ് ഉണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ഒരു ഖുദ്സിയ ഹദീസില്, ഭൂമിയോളം പാപം ചെയ്ത് നിങ്ങൾ എന്നോട് സമീപിച്ചാൽ, അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു ഖുദ്സിയ ഹദീസിൽ, ഭൂമിയോളം പാപം ചെയ്ത് നീ എന്നെ ശിർക്ക് ചെയ്യാതെ എന്നെ സമീപിച്ചാൽ ഞാൻ അത്ര തന്നെ കാരുണ്യമായിട്ട് നിന്നെ സമീപിക്കുന്നു. സുബ്ഹാനല്ലാഹ്, വല്ലാത്തൊരു ആശ്വാസം നൽകുന്ന ഒരു ഹദീസാണ്. നിങ്ങൾ ആലോചിച്ച്, ഒരു ശിർക്കില്ലാതെ എത്ര വലിയ പാപം ചെയ്തു പോയാലും, അതുകൊണ്ട് പാപം ചെയ്യണമെന്നില്ല, എന്തൊക്കെ ചെയ്താലും അല്ലാഹു സുബ്ഹാനഹു തആല അത്ര തന്നെ കാരുണ്യമായിട്ട് പുറത്തു തരും. അതുകൊണ്ടാണല്ലോ സഹോദരന്മാരെ, നമ്മുടെ കലിമത്തു തൗഹീദിന്റെ ഏറ്റവും ആദ്യത്തെ ഭാഗം തുടങ്ങുന്നത് ലാ ഇലാഹാണ്. ഈ കാണുന്നത് ഒന്നും ഇലാഹല്ല എന്ന് മനസ്സിലാക്കിയാൽ എന്റെ നിങ്ങളുടെ ശുദ്ധ ഹൃദയത്തിൽ ഇല്ലല്ലാഹ് ഉണ്ട്, ഉറപ്പ്. അപ്പൊ നമ്മൾ മാറ്റേണ്ടത് ഇലാഹുകളെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് താക്കീത് നൽകിയിട്ടുണ്ട്. സൂറത്ത് യൂസഫ് 12ാമത്തെ അധ്യായത്തിലെ 106ാമത്തെ വചനം, വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു മനസ്സിലാക്കുന്നതാണ്, ദുനിയാവിലെ മഹാഭൂരിപക്ഷ ആൾക്കാരും അല്ലാഹുവിൽ വിശ്വസിക്കുന്നില്ല ശിർക്ക് ചെയ്തുകൊണ്ടല്ലാതെ. നമ്മൾ സൂക്ഷിക്കണം. എന്തുകൊണ്ടാണ്? സൂറത്തുൽ ലുഖ്മാനിലെ 13ാമത്തെ വചനത്തിൽ ലുഖ്മാൻ പഠിപ്പിച്ചു കൊടുക്കുന്ന നമുക്കറിയാം, ഇന്ന ശിർക ലദുൽമുൻ അളീം, ഏറ്റവും മഹത്തായ പാപം, അതിക്രമാണ് ഷിർക്ക് എന്നുള്ളത്. എന്തുകൊണ്ട് വെച്ചാൽ സൂറത്തുൽ മായിദ 72 അള്ളാഹു പഠിപ്പിക്കുകയാണ്, ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, ഷിർക്ക് ചെയ്തോ ജന്നത്ത് സ്വർഗം ഹറാമാണ്, നിഷിദ്ധമാണ്. സൂറത്ത് നിസായിലെ 48 അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അയ്യുശ്റക ബിഹി വ യഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. ഷിർക്ക് അള്ളാഹു ഒരിക്കലും പൊറുത്തില്ല, മറ്റ് പാപങ്ങൾ പൊറുത്ത് തന്നേക്കാം. നോക്ക്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ സുമർ
39-65 അല്ലാഹു റസൂലിന്റെ അടുത്ത് പറയാ, ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക, നീയാ മറ്റും ഷിർക്ക് ചെയ്താൽ നിന്റെ അമലുകൾ പോലും നഷ്ടപ്പെട്ടു പോകും. സൂറത്തുൽ അൻആമിൽ ഒരുപാട് പ്രവാചകന്മാരുടെ പേരെടുത്തിട്ട് അവരുടെ അടുത്ത് പോലും താക്കീത് നൽകി, നിങ്ങൾ ആരെങ്കിലും ഷിർക്ക് ചെയ്താൽ നിങ്ങളുടെ അമലുകളൊക്കെ നശിച്ചു പോകും. അത്രയും ഗൗരവമുള്ളൊരു കാര്യമാണ് സഹോദരൻ ഷിർക്ക് എന്നുള്ളത്. ഒരുപാട് ഷിർക്കിന്റെ അംശങ്ങളുടെ ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ച ചെയ്യാം. ഏറ്റവും ആദ്യം, ഈ കാണുന്ന സൃഷ്ടികൾ ഒന്നും ആരാധനക്ക് അർഹനല്ല. ഒരിക്കൽ പത്രത്തില് സായിബാബ ICUയിൽ കിടന്നുണ്ടായിരുന്നു. അപ്പോ ഒരു ഇംഗ്ലീഷ് പത്രം എഴുതിയിട്ടുണ്ടായിരുന്നു സഹോദരന്മാരെ, ഗോഡ് ഈസ് ഇൻ ICU, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. വല്ലാത്തൊരു വാക്കാണ് ഗോഡ് ഈസ് ഇൻ ICU. ഞാൻ വെച്ചു റഹ്മാനായ റബ്ബ് ഇതൊക്കെ കണ്ടിട്ട് നമ്മളൊക്കെ വെറുതെ വിടുന്നുണ്ടല്ലോ സഹോദരന്മാരെ. ഒരു ഈച്ച അദ്ദേഹത്തിൽ നിന്ന് തട്ടിയെടുത്താൽ അതിന് മടക്കിയെടുക്കാൻ പറ്റാത്ത ഒരു മനുഷ്യൻ ICUയിൽ കിടക്കുമ്പോൾ ഗോഡ് ഈസ് ഇൻ ICU, എന്നിട്ട് പോലും ജനങ്ങൾ അദ്ദേഹത്തിന്റെ പിന്നിലുണ്ട്. ശരി, നമ്മളാരും ചെയ്യാത്തൊരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം നമുക്കറിയാം, വിഗ്രഹങ്ങൾ അല്ലെങ്കിൽ കല്ല്, മണ്ണ്, ചിത്രം അല്ലെങ്കിൽ നൂലുകൾ, ഇതൊക്കെ നിർജീവ വസ്തുക്കളാണല്ലോ സഹോദരന്മാരെ. നിങ്ങൾ അയച്ചു നോക്കുക, ഇതിന് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ കാര്യമാണ്. അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സൂറത്തു ശുഅറയിലെ 72-73 വചനത്തിൽ പഠിപ്പിച്ചിരുന്നു. ഖാല ഹൽ യസ്മഊനകും ഇദ് തദഊൻ ഔ യൻഫഊനകും ഔ യദുറൂൻ. ഈ ദുആകൾ, ഈ വിഗ്രഹങ്ങൾ, കല്ലുകൾ, മണ്ണുകൾ, ഇത് കേൾക്കുവോ? അത് നമുക്ക് എല്ലാവർക്കും അറിയാം. കേൾക്കില്ല, നമുക്ക് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. അതിന്റെ തൊട്ടടുത്ത വചനം നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം. ഖുർആൻ പറയാണ് ഔ യൻഫഊനകും ഔ യദുറൂൻ. ഇതിനൊരു ഉപകാരവും ഉപദ്രവം ചെയ്യാൻ പറ്റില്ല സഹോദരന്, ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ അമുസ്ലിങ്ങളെ അടുത്ത് ചോദിച്ചു നോക്കുക. എന്റെ സുഹൃത്തുക്കൾ ചോദിക്കും, ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വിഗ്രഹം കൊണ്ട് നിങ്ങൾക്ക് ഒന്നുമില്ല. വിഗ്രഹം ഒരു കോൺസെൻട്രേഷന് വേണ്ടിയിട്ടാണ്. അവര് പോലും ബസ്സിൽ പെട്ടെന്ന് ആക്സിഡന്റ് വന്നാൽ അവരെ ഹൃദയത്തിൽ നിന്ന് വിളിക്കും ദൈവമേ എന്ന് വിളിച്ചു പോകും. അവർക്കറിയാം ഈ വിഗ്രഹത്തിന് ഉപകാരവും ഇല്ല ഉപദ്രവവും ഇല്ല. ഇത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാലേ ഇന്ന് ഉപകാരമില്ല നമുക്ക് എല്ലാവർക്കും വിശ്വാസമുണ്ട്. എന്നാൽ ഞാൻ ചോദിച്ചോട്ടെ സഹോദരന്മാർ, നമ്മൾ ഉറുക്ക്, ഐക്കൽ, ഏലസൊക്കെ ചിലർ കെട്ടാറുണ്ട്. അത് ഷിർക്കാണ്. അതിന് എനിക്ക് ഒരു വിധത്തിൽ രോഗം മാറ്റാനുള്ള കഴിവില്ല, അള്ളാഹ് കൊടുത്തിട്ടില്ല. അത് ചോക്ക നിങ്ങൾ നമ്മൾ അതിലാണ് സമർപ്പിക്കുന്നത്. എന്റെ വിശ്വാസമാണ്. ഇത് കെട്ടിയാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് കാണുന്നത് വല്ലാത്തൊരു വിഷമാണ്. രോഗം വന്നാൽ ഒരുപാട് അങ്ങ് പല സ്ഥലത്തിങ്ങനെ പോവും. പല ഷിർക്കും, പല ഉറുക്കും, ഐക്കലും, ഏലസൊക്കെ ഇങ്ങനെ കെട്ടി വരും. അള്ളാഹിലേക്ക് മാത്രം കിട്ടുന്നില്ല, ഈ കോൺസെൻട്രേഷൻ പറ്റുന്നില്ല. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ട ഇവിടെ, ഈ ഇതേ ഉറുക്ക്, ഐക്കൽ, ഏലസ്, മന്ത്രിച്ചൂതിയ നൂൽ എന്റെ തൊട്ട് ശത്രുവിന്റെ വീട്ടിലിട്ടാൽ അവർക്ക് രോഗം വരുമെന്ന് കൂടി മുസ്ലിം ഉമ്മത്ത് ചിന്തിക്കണം. ഉമർ റളിയല്ലാഹു അൻഹു അജ്റുൽ അസ്വദിനെ മുത്തുമ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, നീ വെറും ഒരു കല്ല്, നിനക്കൊരു ഉപദ്രവം ചെയ്യാൻ പറ്റില്ല എനിക്കറിയാം, പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തിയതുകൊണ്ട് ഞാൻ മുത്തുന്നു. ഇതെന്തുകൊണ്ട് പിന്നെയും പറഞ്ഞു വെച്ചാൽ സഹോദരന്മാരെ, ഇന്ന് നമ്മളിൽ തന്നെ ചിലവർ വിശ്വസിക്കുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വീട്ടിന് മുറ്റത്തുള്ള കിണറ്റിൽ ഒരു മന്ത്രിച്ചൂതിയ നൂലിട്ടാൽ, അല്ലെങ്കിൽ അതിന് മേത്ത് ചീർപ്പ്, ഈന്തപ്പൻ, എന്തൊക്കെയോ ഒരു നിർജീവമായ ഒരുപാട് വസ്തുക്കൾ മന്ത്രിച്ചൂതിയത് ജൂതൻ ഇട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 4 മാസം 6 മാസം മാനസികമായ ഒരുപാട് രോഗങ്ങൾ വന്നിട്ടുണ്ട്. മരണം ബാധിച്ചെന്ന് വിശ്വസിക്കുന്ന ഒരു ജനതയുണ്ട്. ഹിന്ദുക്കൾക്ക് പോലും അറിയാം ഈ നിർജീവ വസ്തുക്കൾക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. നമ്മൾ പറയുന്നത് കിണറ്റിലിട്ടാൽ രോഗം വരുമെന്ന്. സഹോദരന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫുർഖാൻ 8-ാമത്തെ വചനത്തിൽ പഠിപ്പിച്ചു തരാം. ഫുർഖാനിൽ 8-ാമത്തെ വചനം, ഇൻ തത്തബിയൂന ഇല്ലാ റജുലൻ മസ്ഹൂറ. പ്രവാചകന്മാർ വന്നപ്പോൾ എപ്പോഴും സൂറത്തു ശൂറയിൽ എല്ലാ പ്രവാചകന്മാരും പേരെടുത്ത് പറയുന്നുണ്ട്. അവർ മാരണക്കാരൻ എന്ന് മാത്രമല്ല അവർക്ക് നേടിയ ഒരു ആരോപണം, അവർ മാരണം ബാധിച്ച വ്യക്തികളാണെന്ന് പോലും ആരോപണം ഉണ്ടായിരുന്നു. മക്ക മുശ്രിക്കുകൾ പോലും അങ്ങനെ ആരോപിച്ചു. ഖുർആൻ ഉള്ളതാണ് സഹോദരന്മാരെ. എന്നിട്ട് അവർ പറയാണ്, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് താക്കീത് നൽകുന്നുണ്ട്, നിങ്ങൾ വഴി പിഴച്ചവരാണ്, ഒരിക്കലും വഴി പ്രാപിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫുർഖാനിൽ പറയാ. ഞാൻ ചോദിച്ചോട്ടെ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മക്ക മുശ്രിക്കുകൾ നബിക്ക് സിഹർ ബാധിച്ചു എന്ന് പറഞ്ഞപ്പോൾ താക്കീത് കൊടുത്തു. ഞാനും നിങ്ങളും 5 നേരം നിസ്കരിക്കുന്ന മുസ്ലിങ്ങളായതുകൊണ്ട് എനിക്കും നിങ്ങൾക്ക് സ്വർഗത്തിൽ ജന്നത്തുൽ ഫിർദൗസ് കിട്ടുമോ? മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാരണം ബാധിച്ചെന്ന് പറഞ്ഞാൽ എനിക്കും നിങ്ങൾക്കും സ്വർഗം കിട്ടുമോ സഹോദരന്മാരെ? ഇതൊരിക്കല് കോട്ടക്കലില് ഞാൻ ഒരു സമ്മേളനത്തിന് അവസാനം വൈകുന്നേരം പോയിട്ട് പ്രസംഗിച്ചു. ശനിയാഴ്ച വൈകുന്നേരം സഹോദരന്മാരെ, ശനിയാഴ്ച വൈകുന്നേരം പ്രസംഗിച്ച് ഞായറാഴ്ചയായി. തിങ്കളാഴ്ച രാവിലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഞാൻ ഇങ്ങനെ നടന്നു പോകുമ്പോൾ എന്റെ പിന്നിലെ എന്റെ വളരെ പഴയ സുഹൃത്ത് ഒരു സുഹൃത്ത് പോകുമ്പം പച്ച കളിയാക്കല് പുച്ഛിക്കുകയാണ്. എന്താ ഷാനിന്റെ സിഹർ നിഷേധിച്ചോ, എന്താ ഒച്ചത്തില്. എനിക്ക് വല്ലാത്ത വിഷമം തോന്നുന്നു. ഒരു അമുസ്ലിങ്ങൾക്ക് പോലും നമ്മളങ്ങനെ പെരുമാറില്ല, ദഅവത്ത് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. പുച്ഛിച്ചിട്ട് അങ്ങ് പോവുക. ഞാൻ പിന്നെ വക്കാലു സലാമ, ജാഹിലീങ്ങളെ കണ്ടാൽ സാലു സലാമ എന്നാ.
ആലോചിച്ചോക്ക്, ഈ കുട്ടി എങ്ങനെയാ വെച്ചാൽ പണ്ട് വിഗ്രഹത്തെ ആരാധിച്ചിരുന്ന ഒരു കുട്ടിയാണ്. ആ കുട്ടി എത്തി മുജാഹിദായി എത്തി. ഇപ്പോ അതേ കുട്ടി വിശ്വസിക്കുന്നു ഒരു വിഗ്രഹം മറ്റുള്ളവരുടെ വീട്ടിൽ വന്നാൽ അവർക്ക് രോഗം വരുന്ന അദ്ദേഹം വിശ്വസിക്കുന്നു. എന്നിട്ട് എന്താണ് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്? അദ്ദേഹം പറഞ്ഞത് മുഅ്തസില വിഭാഗമാണെന്ന്. ആലോചിച്ചോക്കുന്ന സഹോദരന്മാർ, ഇപ്പോ എന്തും ചിന്തിച്ചാൽ മുഅ്തസില വിഭാഗമാണ്. മുഅ്തസില വിഭാഗങ്ങൾ സിഹർ നിഷേധിച്ചെന്ന് പോലും. എനിക്ക് മറുപടി പറയാനുള്ളത് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. മുഅ്തസില വിഭാഗങ്ങൾക്ക് വേറൊരു വിശ്വാസം കൂടി ഉണ്ട്. എന്താ അറിയോ? അള്ളാഹു ഏകനാണെന്നുള്ളത്. അത് ഒഴിവാക്കുവോ? അള്ളാഹു ഏകനാണെന്നുള്ളത് ദുനിയാവിൽ എല്ലാവരും വിശ്വസിക്കും. നമ്മൾ ഒഴിവാക്കുവോ സഹോദരന്മാരെ? മക്ക മുശ്രിക്കുണ്ടല്ലോ, മക്ക മുശ്രിക്കൾക്ക് കടലിന്റെ നടുവിൽ എത്തിക്കഴിഞ്ഞാൽ അവർ അള്ളാഹുവെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിച്ചുള്ളൂ, സഹായം തേടിയിട്ടുള്ളൂ. ശരി, അത് മക്ക മുശ്രിക്കന്റെ വാദല്ലേ? നമുക്ക് ജിന്നുകളോടും സഹായം തേടാൻ ആരെങ്കിലും പറയൂ സഹോദരന്മാരെ? ആലോചിക്ക്, എന്തൊക്കെ ഒരു ന്യായീകരണമാണ് സഹോദരൻ. അന്തസ്സോടെ, എനിക്ക് എന്റെ അന്തസ്സോടെ പറയാം, അഹങ്കാരത്തോടല്ല, അന്തസ്സോടെ പറയാം സഹോദരന്മാരെ. സുബഹിന്റെ ജമാഅത്തിന്റെ കരുത്തോട് പറയാണ്, എന്റെ രോമം പോലും ഒരു കണ്ണീറിനും ഒരു മാരണത്തിനും തൊടാൻ പറ്റില്ല, ഉറപ്പ്. നമ്മൾ എന്തർത്ഥത്തിലാ സഹോദരന്മാർ നമ്മൾ പറയുന്നത്? അള്ളാഹു ഉദ്ദേശിച്ചാൽ മാത്രം ഒരു കാര്യം നടക്കുള്ളൂ. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് കുട്ടികളില്ലാത്ത ആരെങ്കിലൊക്കെ ഉണ്ടാവും. എന്ത് ട്രീറ്റ്മെന്റ് എടുത്താലും അള്ളാഹു ഉദ്ദേശിക്കണം. ഞാൻ പറഞ്ഞു, ഒരുപാട് ആൾക്കാർ മരിക്കാൻ കിടക്കുന്നുണ്ട്. എന്ത് ചെയ്താലും അള്ളാഹു ഉദ്ദേശിച്ചാൽ ആയസിട്ടുള്ളൂ. അതെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. മറിച്ച് നമ്മൾ മനസ്സിലാക്കണം, ഈ ദുനിയാവ് മുഴുവനും ഒന്നിച്ചു എന്റെതിരെ. മലക്കുകളും ജിന്നുകളും മനുഷ്യന്മാരും ദുനിയാവ് മുഴുവൻ അംഗീകരിച്ചാലും എന്റെ ഒരു രോമം തൊടാൻ പറ്റില്ല, റബ്ബ് സുബ്ഹാനഹു വ തആല വിധിച്ചാൽ മാത്രം. അതാണ് അന്തസ്സുള്ള മതം സഹോദരന്മാരെ. അത് എനിക്ക് അന്തസ്സോടെ പറയാൻ പറ്റുന്നുണ്ട്. അതേ ഞാൻ പറയണോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒത്തിരി 4 മാസം 6 മാസം കിണറ്റിൽ ആരും ഇട്ടുകൊണ്ട് മരണം ബാധിച്ചെന്ന് ഞാൻ പറയണോ? ഒരു ഭയം വേണ്ട സഹോദരന്മാരെ. പറയുമ്പം ദുർബല വിശ്വാസികൾക്കാണ് മരണം ബാധിക്കുന്നതാണ് പലപ്പോഴും പ്രസംഗിച്ചെടുക്കേണ്ടത്. മടക്കി ചോദിക്കണം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണ് ചോദിക്കണം. അന്തസ്സോട് ചോദിക്കും സഹോദരന്മാരെ. ഇത് ഈ എന്റെ വാക്കുകൾ കേൾക്കുന്ന എന്തായാലും ഉണ്ടാവും, സലഫി ദഅവ വിങ്ങിലെ ആൾക്കാർ ഇവിടെ ഉണ്ടാവും. നിങ്ങളെതിരെ ഞാൻ നാളെ സാക്ഷി നിൽക്കും. നിങ്ങൾക്ക് വേണേ ഹദീസ് നിഷേധി എന്ത് പേരിട്ടോ, പക്ഷെ ഇൻഷാ അല്ലാഹ് നാളെ ഖുർആൻ ഇമാമായിട്ട് വരും. ഖുർആനിൽ ഒരുപാട് ആയത്തുകൾ ഇമാമായിട്ട് വരും. എനിക്കും നിങ്ങൾക്ക് സാക്ഷി. അതുകൊണ്ട് ദയവ് ചെയ്ത് സഹോദരന്മാരെ അങ്ങനത്തെ അന്ധവിശ്വാസങ്ങളിലേക്ക് പോകരുത്. ഒരുപാട് കുട്ടികൾ, ഡോക്ടർമാർ, യുവാക്കളൊക്കെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നോക്ക്, സൂറത്തുൽ നിസ 51-ാമത്തെ വചനം അള്ളാഹു പഠിപ്പിച്ചു തരാ. അലം തറ ഇലല്ലദീന ഊതു നസീബൻ മിനൽ കിതാബി യുമിനൂന ബിൽ ജിബ്തി വത്താഗൂത്ത്. അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായിട്ട് പറഞ്ഞുതരാ, വേദക്കാരിൽ ഒരാൾക്കാർ വിശ്വസിച്ചിരുന്നു ജിബ്തിലും താഗൂത്തിലും. ഇബ്നു കസീർ എടുത്ത് ഒന്ന് വീട്ടിൽ പോയിട്ട് സ്വന്തം കണ്ണോണ്ട് പോയിട്ട് കാണുക. ഉമർ ഖാൻ പറഞ്ഞെന്താ, ജിബ്ത് എന്ന് പറഞ്ഞാൽ അത് മരണമാണെന്നാ. മരണത്തിലുള്ള വിശ്വാസം. സഹോദരന്മാരെ, ഷിർക്കിലുള്ള വിശ്വാസം പറഞ്ഞാൽ എന്താ? ഒരാൾ ഷിർക്കൊന്നും ചെയ്തില്ല. കുറെ ഹിന്ദുക്കളുണ്ട് നമ്മുടെ ഇടയിൽ. ആ അമ്പലത്തിലും പോകില്ല, എവിടെയും പ്രാർത്ഥിക്കില്ല, ഒന്നുമില്ല. പക്ഷെ അവർക്ക് വിശ്വാസമുണ്ട് ഈ ദൈവത്തിന് ഒരുപാട് പങ്കാളികളുണ്ടെന്ന്. അങ്ങനെ വിശ്വസിച്ചാൽ അയാൾ നരകത്തിലേക്കല്ലേ? അതേപോലെ തന്നെ മരണത്തിലുള്ള വിശ്വാസം, അത് വേദക്കാരന്റെ വിശ്വാസമാണ് സഹോദരന്മാരെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര ഭംഗിയായിട്ട് സൂറത്ത് താഹയിൽ 69 പറഞ്ഞു, വലാ യുഫ്ലിഹു സാഹിറു ഐസ്വത. സാഹിറുകളൊന്നും വിജയിക്കില്ല സഹോദരന്മാരെ. ഈ ഖുർആന്റെ പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കണം. നമ്മളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്ന ഖുർആൻ നമുക്കറിയാം, ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. ഇമാം ഷാഫി റഹിമഹുല്ലാഹ് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഖുർആൻ ഏക ഗ്രന്ഥമാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിച്ചു വെച്ച ഏക ഗ്രന്ഥം എന്ന് മാത്രം വിശ്വസിച്ചാൽ പോരാ എന്ന് ഇമാം ഷാഫി റഹിമഹുല്ലാഹ് പറഞ്ഞു. വേറെ ഒരു ഗ്രന്ഥം ദുനിയാവിൽ ഇനി ഒരു ഗ്രന്ഥം വരാനില്ല. 100% ഹക്കാണ്, 100% തെറ്റ് പറ്റാതെ സംരക്ഷിക്കപ്പെട്ട ഒരൊറ്റ ഗ്രന്ഥം ദുനിയാവിൽ ഇനി വരാനില്ല. അങ്ങനെ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് നല്ലൊരു മുസ്ലിം ആകാൻ പറ്റില്ല. ആര്? ഇമാം ഷാഫി റഹിമഹുല്ലാഹ്. നാളെ ഇമാമായിട്ട് വരാൻ പോകുന്ന ഏക ഗ്രന്ഥമാണിത്. ഫത്ഹുൽ ബാരി, ബുഖാരി, മുസ്ലിം എല്ലാം മഹത് ഗ്രന്ഥങ്ങളാണ്. പക്ഷെ അതിനൊന്നും ഇമാമത്ത് നിൽക്കാൻ പറ്റില്ല സഹോദരന്മാരെ. അതിനുകൊണ്ടാണ് ഇതിനൊരു പേരിട്ടിരിക്കുന്നത് ഫുർഖാൻ. ശരിയും തെറ്റും വിവേചനം ചെയ്യുന്ന ഗ്രന്ഥമാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയാം, ഇനി ഒരുപാട് ഗ്രന്ഥങ്ങൾ വരും. തിരിച്ചറിയണം ശരി എന്ത് തെറ്റ്, വിശ്വാസം ശരിയാക്കണം സഹോദരന്മാരെ. അതിനു വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ഇറക്കിയിരിക്കുന്നത്. ശരി, ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ ഖബർ ആരാധനകൾ. വല്ലാത്ത വിഷമം തോന്നുന്നു സഹോദരന്മാരെ. കൊയിലാണ്ടിയിൽ ഒരിക്കൽ ബീച്ചിൽ പോയത്, അവിടെ ഒരു മക്ബറൊക്കെ ഉണ്ട്. വല്ലാത്തൊരു വിഷമം. സ്ത്രീകൾ, പള്ളിയിൽ പോലും സ്ത്രീകൾക്ക് പോകാൻ പറ്റില്ല. പക്ഷെ ഈ ഖബറിന്റെ മുമ്പിൽ പോയിട്ട് കരഞ്ഞിങ്ങനെ വിഷമം പറയാ. എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. ഖബറുകൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? സ്വബഹിക്ക് എഴുന്നേക്കണമെങ്കിൽ ഞാനൊക്കെ 2 അലാം വെക്കാറുണ്ട്. ഞാനും എന്റെ ഭാര്യന്റെയും എന്റെ ഭാര്യന്റെ ഫോൺ 2 അലാം വെക്കും. അപ്പൊ ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യനെ എഴുന്നേക്കാൻ നമുക്ക് പറ്റുന്നില്ല. അങ്ങനെ മരിച്ച് മണ്ണായി ഖബറായി. ആ ഖബറിനോട് സഹായം തേടാ, ആ ഖബറിനോട് വിഷമം വരാം. എന്തൊരു വല്ലാത്ത അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഹിദായത്ത് ഇട്ട് പെരുമാറകട്ടെ.
സൂറത്ത് സുമറിലാണ് അത് അവർക്ക് തെളിവ്. മാ നഅ്ബുദൂന ഇല്ലാ ലിയുഖർരിബുന ഇലല്ലാഹി സുൽഫ. അവര് ഖബറിനെ ആരാധിക്കുന്നില്ല, അള്ളാഹുവിന്റെ സാമീപ്യം നേടാൻ ഇതിനൊക്കെ ഉപയോഗിക്കുന്നു. ഇതൊരു വല്ലാത്തൊരു അപകടമാണ് സഹോദരന്മാർ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചിരുന്ന കാഫ് 16 വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. എന്റെ റബ്ബിന്റെ തൊട്ടടുത്തുണ്ട്. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. തൊട്ടടുത്തുണ്ട് സഹോദരന്മാരെ. ആ റബ്ബിനോട് തേടിക്കോടെ, ആ റബ്ബിനോട് വിഷമം പറയാ, റബ്ബിനോട് സങ്കടം പറയാ, എല്ലാം എന്റെ റബ്ബിനോട് പറയും സഹോദരന്മാരെ. അതാണ് മതം, അതാണ്. അങ്ങനെയായിരുന്നു സഹോദരന്മാര് പ്രവാചകൻ. ഇനി നോക്കാം നിങ്ങൾ നേർച്ച വഴിപാടുകൾ. നേർച്ച എനിക്കറിയാം, എന്റെ കുടുംബത്തിൽ പോലും ഒരു വർഷം മുമ്പ് ഈ അടുത്ത് പോലും അങ്ങ് ദൂരെങ്ങാനും ഏതോ കബറിന് നേർച്ചയാക്കി ഏക്കാൻ പോയി. ഞാൻ പറയും, എന്തിനാണ് വെറും കബറിൽ മാത്രം ആക്കുന്നത്? ഒരുപാട് ക്ഷേത്രങ്ങളുണ്ടല്ലോ, അവർക്കും ഇട്ടോടെയൊക്കെ വിഗ്രഹങ്ങൾക്ക്. ഇതിനകത്തൊരു വിഷമ സഹോദരന്മാരെ. ഈ അടുത്തൊരു കാറിൽ പോവായിരുന്നു, ഒരു സ്ഥലത്ത് ദൂരയാത്ര പോകുമ്പോൾ ഡ്രൈവറുണ്ട് രാജുവേട്ടൻ. അപ്പോൾ എല്ലാവരും ഉണ്ട് ഒരു മക്ബറയിൽ പൈസ ഇടുന്നു അങ്ങോട്ടൊരു ഒരു കബറിന്റെ അടുത്ത് ഇങ്ങനെ. അപ്പോ രാജുവിന് ഡോക്ടർ ഇടുന്നില്ല. അപ്പൊ അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞു, രാജുവേട്ട, ഈ രാജുവേട്ടിന് പൈസ കിട്ടണമെങ്കിൽ വണ്ടി ഓടിക്കണം, എനിക്ക് പൈസ കിട്ടി സർക്കാർ കാശിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ജോലി ചെയ്യണം. അവിടെ ഇരിക്കുന്ന മനുഷ്യന്മാർക്ക് ഒരു ചെലവില്ലാതെ ഇങ്ങനെ പൈസ കിട്ടിക്കൊണ്ടിരിക്കുക. അള്ളാഹു അൽ ഗനിയാണ്, റബ്ബിന് കാശൊന്നും വേണ്ട സഹോദരന്മാരെ. ഒരുപാട് ശിർക്കുകൾ നമ്മൾ കടന്നു വരികയാണ്. ഇനി നോക്കുക നിങ്ങൾ, ഇസ്തിഗാസ എന്നുള്ള സംഭവം, സഹായത്തേട്ടം, വല്ലാത്തൊരു അപകടമാണ് നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ. ഒരിക്കൽ പട്ടേൽ താഴത്ത് പോയിട്ട് ഒരു കുട്ടികൾക്ക് ക്ലാസ് എടുത്തു. ചെറിയ കുട്ടികൾ, 10ാം ക്ലാസ് 8 തൊട്ടിട്ട് 13 വയസ്സും 20 വയസ്സിന്റെ ഇടയിലുള്ള കുട്ടികൾ. അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞെടുത്തു, മക്കളെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾ ഇവിടുന്ന് മുഹന്തി ഷേഖെ എന്ന് വിളിക്കുക, അല്ലെങ്കിൽ ഇഫ്രീത്ത് ജിന്നെ, ഒന്ന് പാളയത്ത് പോയിട്ട് പച്ചക്കറി ഒന്ന് മേടിച്ചാ ഒന്നും വേണ്ട. നാളെ പരലോകത്ത് എന്തായാലും ഇവരൊന്നും വിളിച്ചിട്ട് കാര്യമില്ല. അള്ളാഹ്ക്ക് മാത്രമേ എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് സ്വർഗം തരാൻ നരകത്തിന് കാത്തിരക്ഷിക്കാൻ റബ്ബിന് മാത്രമേ പറ്റുള്ളൂ. ഈ ദുനിയാവിൽ നമ്മൾ ആലോചിച്ച് നോക്കുക. അപ്പൊ ഈ കുട്ടികൾ, ചെറിയ കുട്ടികളാണ് സഹോദരൻ, അവര് ഇങ്ങനെ ചിരിക്കാം. എല്ലാം മൊത്തം സദസ്സിലെ കുട്ടികളെല്ലാം ചിരിച്ചു. എന്ത് സുഖമായിരുന്നു റബ്ബെ അങ്ങനെ ജിന്നായിട്ട് ഉണ്ടെങ്കിൽ അല്ലെ. പാളയത്തോടെ പാർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാ. ഒന്ന് പച്ചക്കറി കുറച്ച് മേടിച്ചുകൊണ്ടാ ജിന്നെ എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പ. അപ്പോ ബഷീർക്ക് തൊട്ട് ഞാൻ പറഞ്ഞു, ബഷീർക്ക് നോക്ക്, ഈ ചെറിയ കുട്ടികളുടെ ശുദ്ധ പ്രകൃതി ഉണ്ടല്ലോ സഹോദരന്മാർ, ശുദ്ധ പ്രകൃതിയിലാണ് മനുഷ്യന്മാർ ജനിക്കുന്നത്. അവർക്ക് ഇത് ചിരിയായിട്ട് തോന്നി. നമ്മുടെ ഇടയിൽ ഒരുപാട് താടി നീണ്ടുവെച്ച് ഒരുപാട് പണ്ഡിതന്മാർക്ക് ഇത് വലിയൊരു പ്രശ്നം, വല്ലാത്തൊരു പ്രശ്നമില്ല സഹോദരന്മാർ. സമൂഹം എങ്ങനെയാണ് പിശാച് വഴിതെറ്റിക്കുന്ന നോക്ക്. റബ്ബ് മതിയില്ലേ സഹോദരന്മാരെ, റബ്ബ് മതി സഹോദരന്മാർ. അങ്ങനെ ആവണം. ഇന്നിപ്പം പ്രശ്നം എന്താ വെച്ചാല് കൂട്ടുകെട്ടാണ് പ്രശ്നം, ഫ്രണ്ട്ഷിപ്പ്. എനിക്കറിയാം, ഒന്നെങ്കിൽ പണം, അല്ലെങ്കിൽ പ്രശസ്തി, പേര്, അല്ലെങ്കിൽ കൂട്ടുകെട്ട്. കൂട്ടുകാർ അതേ സംഘടന ഇങ്ങനെ പോകും. എനിക്കറിയാം, വിഷമത്തോടെ പറഞ്ഞ സഹോദരൻ, എന്റെ ഒരുപാട് സഹോദരങ്ങൾ പോയിട്ടുണ്ട്. പക്ഷെ എനിക്ക് ആരും വേണ്ട. ഒറ്റക്ക് സ്വർഗത്തിൽ പോകാൻ അന്തസ്സോടെ പോകാൻ സഹോദരങ്ങൾ ഏറ്റവും നല്ലത്. കൂട്ടത്തോടെ നരകത്തിൽ പോകുന്ന ഏറ്റവും നല്ലത്. ഒറ്റക്ക് റബ്ബ് മാത്രം ഉണ്ടായാൽ മതി. ദയവ് ചെയ്ത് കൂട്ടുകെട്ടോടെ നമ്മൾ വഴി തെറ്റിപ്പോരുത്. ആരും നമുക്ക് ഷഫാത്തിന് ഉണ്ടാവില്ല. അള്ളാഹു ഉദ്ദേശിച്ചില്ല ബാക്കി ആർക്കും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും ഫാത്തിമ റളിയല്ലാഹു അൻഹയെ രക്ഷപ്പെടുത്താൻ പറ്റില്ല. അതാണ് മതം സഹോദരന്മാരെ. അല്ലാണ്ട് എന്റെ സംഘടനയുടെ പ്രസിഡന്റോ സെക്രട്ടറിയോ എന്റെ ഖബറിലേക്ക് വരുന്നില്ല. ഒറ്റക്കാ പോകുന്നത് നമ്മൾ ഖബറിലേക്ക്. വിചാരണ ഒറ്റക്കാണ്. റബ്ബിനടുത്ത് സ്ട്രെയിറ്റ് ആയിട്ടാണ്. ഒരൊറ്റ മനുഷ്യനുണ്ടാവില്ല. അന്ന് ദുനിയാവിൽ കാണുന്ന സലഫീൻ, സൊലാഹിൻ, മദനിൻ, സുല്ലമിൻ ദുനിയാവിൽ ആരും ഉണ്ടാവില്ല. ഞാനും എന്റെ റബ്ബ് മാത്രമാണ് വിചാരണ. ഒരു ബോധം വേണം സഹോദരന്മാർ, അതൊരു ബോധം വേണം. അതുപോലെ തന്നെ നോക്കുക, ശിർക്കിന്റെ വേറൊരു അംശമാണ് നമ്മളെ അള്ളാഹുവിനെല്ലാം അല്ല വേറെ ഒരു ദൈവത്തെ വിളിച്ച് സത്യപ്പെടുത്തരുത്. അതാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വേറൊരു ദൈവത്തിനെ പിടിച്ച് സത്യമിടല് ഷിർക്കാണ്. ഒരു മനുഷ്യൻ വല്ലാഹി എന്ന് പറഞ്ഞ് കളവ് പറഞ്ഞാൽ അത് കള്ളത്രേ ആവുള്ളൂ, കദ്ദാബേ ആവുള്ളൂ. പക്ഷെ മറ്റു ദൈവങ്ങളെ വിളിച്ച് മൊഹിന്ദി ഷേഖ് അല്ലെ മമ്പ്രത്തങ്ങളെ എന്ന് വിളിച്ച് സത്യമിട്ടാൽ അയാൾ മുശ്രിക്കാണ്, ഷിർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് വല്ലാഹി അതിന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ദയവ് ചെയ്ത് ഇടക്കിടക്കിടക്കിടക്ക് വല്ലാഹി പറയരുത്. അങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ സഹോദരന്മാര്. ഒരു മുസ്ലിം ഉമ്മീൻ എപ്പോഴും സത്യം പറയാൻ പാടുള്ളൂ. നമ്മളൊക്കെ സംഭാഷണം കേട്ടില്ല, ഇങ്ങനെ പറഞ്ഞു വല്ലാഹി ഇട്ടോ, എന്തിനാണ്ട് നടുവിൽ വല്ലാഹി ഇല്ല, എപ്പോഴും സത്യം പറയാൻ പാടുള്ളൂ. പക്ഷെ എന്നാലും കോടതിയിലും അങ്ങനത്തെ അവസ്ഥയിലൊക്കെ നമ്മൾക്ക് വേണമെങ്കിൽ വല്ലാഹി അള്ളാഹുവിന് പേര് വിളിച്ച് മാത്രമേ സത്യപ്പെടുത്താൻ പറ്റുള്ളൂ. ഇനി നോക്ക്, ഒരു ബർക്കത്ത് ലഭിക്കുക, കല്ലുകൾ, മണ്ണുകൾ, ഒരുപാട് കാര്യങ്ങളിൽ അല്ലെ, മരങ്ങൾ, ഇതിൽ നിന്ന് ബർക്കത്ത്. ഇപ്പോൾ മുടിയാണ് സഹോദരൻ, മുടി. നിങ്ങൾ ഒന്ന് ചിന്തിച്ചാൽ മതി സഹോദരൻ, ഒന്ന് ചിന്തിക്കുക. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലയിൽ മുടി ഉള്ളപ്പോൾ തന്നെ എപ്പോഴും ആയിഷ റളിയല്ലാഹുവിന്റെ കൂടെ കിടന്നിട്ട് പോലും കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടില്ല. എന്നിട്ട് നമ്മൾ പറയുന്നത് ആ മുടി ഉപയോഗിച്ചുള്ള വെള്ളം കുടിച്ചാൽ കുഞ്ഞുങ്ങൾ ഉണ്ടാവുമെന്ന്. അതെങ്ങനെ സഹോദരന്മാരെ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കെ ഫാത്തിമ റളിയല്ലാഹു അൻഹ ഒഴികെ ബാക്കി എല്ലാവരും മരണപ്പെട്ടുപോയി. അവർക്ക് ഷിഫാക്ക് കൊടുക്കാൻ പറ്റില്ല മുടിയുള്ള വെള്ളം.
എന്നിട്ട് ഇപ്പോൾ ആ മുടി വെള്ളം ഉപയോഗിച്ചാൽ രോഗം മാറുന്നു. വല്ലാത്തൊരു അത്ഭുതമാണ് സഹോദരന്മാരെ. ആലോചിച്ചോക്ക്. ഈ അടുത്ത് ഒരു ഷബാബിലൊരു ലേഖനം എനിക്ക് വളരെ രസകരമായി തോന്നി. ഒരു ടീച്ചർ എഴുതിയാണ്, ഇപ്പം നമ്മളെ ഭക്ഷണത്തിൽ നിന്ന് മുടിയേണ്ട പ്രശ്നമല്ല. പണ്ട് ഭയങ്കര ചീത്ത പറയരുത്, ഭാര്യന്റെ മുടി എന്ത് മുടി ഉണ്ടാക്കിയ ഭക്ഷണം. ഇപ്പം പ്രശ്നമില്ല. എന്താ, സ്വന്തം കൂടപ്പിറപ്പിന്റെ മുടിയല്ലേ, അതൊന്നും പ്രശ്നമില്ല. ഞാൻ പിന്നെ മുടി വെള്ളം കുടിക്കുന്നു, നമ്മൾ കൂടപ്പിറപ്പിന്റെ മുടിന്റെ ഭക്ഷണം കഴിക്കുന്നത്. വല്ലാത്തൊരു ദുരവസ്ഥയാണ് സമൂഹത്തിന്റെ അവസ്ഥ. ഇനി നോക്കാം, നിങ്ങളെ ഷിർക്കിന്റെ ഒരു ഭാഗമാണ് ജ്യോത്സ്യന്മാരെ സമീപിക്കുക. ജ്യോത്സ്യന്മാരെ 40 ദിവസത്തെ നമസ്കാരം പോകുന്ന ഒരു ഹദീസ്. വേറൊരു ഹദീസിൽ പറഞ്ഞു വെച്ചാൽ നിങ്ങൾ നമ്മൾപ്പെട്ടവനല്ല എന്ന് പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, വല്ലാത്തൊരു അത്ഭുതമാണ്. കൈനോട്ടക്കാരൻ നാളത്തെ പ്രവചിക്കുന്നത് അല്ലെ. ബീച്ചിൽ പലപ്പോഴും ഞാൻ കാണാറുണ്ട് ഇങ്ങനെ കൈ നോക്കാണ്ടോ. ഞാൻ ചിലപ്പോൾ ആലോചിച്ചു, പടച്ചോനെ, ഈ മനുഷ്യന് സ്വന്തം കൈ രാവിലെ എണീറ്റ് നോക്കിയാൽ മതി, ബീച്ചിൽ പോയിട്ട് എത്ര കസ്റ്റമേഴ്സ് കിട്ടും. ആ ബീച്ചിൽ കസ്റ്റമേഴ്സ് കിട്ടില്ല, എന്നാൽ പിന്നെ ബീച്ചിൽ പോണ്ട. അത്ര പോലുമായി മനുഷ്യന് പറ്റുന്നില്ല സഹോദരൻ. എത്ര സുഖമായിരുന്നു റഹ്മാനെ റബ്ബേ, 2:30 എനിക്ക് ഹാർട്ട് അറ്റാക്ക് വരും, കോഴിക്കോട് മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റി പോയിട്ട് നിൽക്കുക. അത് മനുഷ്യന് പോലും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല സഹോദരന്മാരെ. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, നമ്മൾ ജ്യോത്സ്യന്മാർക്ക് പോകാറുണ്ടാവില്ല, പക്ഷെ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. ഹിന്ദുവിലും ഇന്ത്യൻ എക്സ്പ്രസിലൊക്കെ വാരഫലം വരും. അപ്പൊ നമ്മൾക്ക് എക്സാം ആണ്, പരീക്ഷ റിസൾട്ട് വരും. അപ്പൊ നമ്മൾ അറിയാതെ അങ്ങ് നോക്കിപ്പോവും. അക്വാറിയസ്, കാപ്രിക്കോൺ, ദയവ് ചെയ്ത് വാരഫലം അങ്ങനത്തെ നോക്കരുത്. റെയിൽവേ സ്റ്റേഷനിൽ പോയാൽ വെയിറ്റ് നോക്കണം എന്ന് പറഞ്ഞ് ചിലർ വെയിറ്റ് നോക്കും. വെയിറ്റ് നോക്കാനല്ല, അതിന്റെ പിന്നിലുണ്ടാവും വേറൊരു നിങ്ങളുടെ യാത്ര ശുഭകരമാകും. ഒരിക്കലും സഹോദരൻ, നാളെ അടുത്ത നിമിഷം എന്റെ കയ്യിലല്ല, റബ്ബിന്റെ കയ്യിലാണ്. അദൃശ്യം അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. ഇനി നോക്കേണ്ട സഹോദരന്മാര്, ഒരുപാട് ദുശകുനങ്ങളുണ്ട്. ഒരുപാട്. അതിങ്ങനെ സമൂഹം വളർന്നു വരുമ്പോൾ ഒരുപാട് ദുശ്ശനങ്ങൾ വന്നുകൊണ്ടിരിക്കും. 13ാം നമ്പറെ ഭയപ്പെടുന്ന IAS ഓഫീസർ ഉണ്ട്. 13. സുബ്ഹാനല്ലാഹ്. 13 കഴിഞ്ഞിട്ടാണ് സഹോദരന്മാർ എല്ലാ മാസം. ഇന്ന് 13 മണിക്കൂർ കഴിഞ്ഞ്, ഞാൻ 13 കഴിഞ്ഞിട്ടാണ് 37 എത്തിയിരിക്കുന്നത്. ആലോചിച്ച് നോക്കുക. 13നെ ഭയപ്പെടുന്നു, പൂച്ച, ചത്ത എലിയെ ഭയപ്പെടുന്നു, ചൂല്. ഞാൻ അങ്ങനത്തെ കുടുംബത്തിലാണ് സഹോദരന്മാരെ ജനിച്ചു വളർന്നത്. എപ്പോഴും ഭയ, എന്തിനും ഭയം. എവിടെയാണ് സഹോദരന്മാരെ നിർഭയത്തുള്ളത്? നിർഭയത്വം വേണ്ട സഹോദരന്മാരെ. കണ്ണീറാണ് ഇനി വേറെ പ്രശ്നം. നോക്ക് സഹോദരന്മാരെ, കണ്ണീറ്. ഒരു കണ്ണ് കൊണ്ട് ഇങ്ങനെ താജ്മഹൽ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്നില്ല. നരേന്ദ്രമോദിക്കൊന്നും പറ്റുന്നില്ല, ഇസ്രായേലർക്കൊന്നും പറ്റുന്നില്ല. നമ്മുടെ ഇവിടുത്തെ മുഹമ്മദിനും ഖദീജക്ക് മാത്രം രോഗം വരുന്നു. അതൊരു, ഞാൻ പലപ്പോഴും ഒരു കണ്ണ് ഇങ്ങനെ ഒറ്റ നോട്ടം, അസൂയന്റെ നോട്ടം കൊണ്ടിട്ട് അവർക്ക് രോഗം വരുമെന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. നമ്മുടെ വീട്ടിന്റെ മുറ്റത്ത് അപ്പുറത്തെ കൊട്ടാരം ഒറ്റ നോട്ടം കൊണ്ട് ഇടിഞ്ഞു പൊളിഞ്ഞ് നാശമായി. അങ്ങനെ ആവുണ്ടോ സഹോദരന്മാരെ? മറുപക്ഷം നിങ്ങൾ ചിന്തിക്കുക. ഞാൻ ഒറ്റ നോട്ടം കൊണ്ട് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്നു, വെറുതെ ഇരുന്ന് റബ്ബേ അവിടെ പുറത്തൊരു കൊട്ടാരം ഉണ്ടാവണേ. കൊട്ടാരം ഉണ്ടാവുന്നുണ്ടോ സഹോദരന്മാരെ? കൊട്ടാരം ഉണ്ടാവുന്നില്ലല്ലോ. അള്ളാഹിന്റെ അടുത്ത് മാത്രമേ ഞാൻ വിളിച്ച് പ്രാർത്ഥിക്കുന്നുള്ളൂ. വീട്ടിൽ വെറുതെ ഇരിക്കുന്നു, അപ്പുറത്തെ വലിയ പറമ്പ് നോക്കിയിട്ട് റബ്ബേ അപ്പുറത്ത് എനിക്ക് നല്ല, എന്റെ മോക്ക് വേണ്ടി നല്ലൊരു കൊട്ടാരം ഉണ്ടാക്കി താവുവോ? കൊട്ടാരം ഉണ്ടാവുമോ? ഇല്ല സഹോദരന്മാരെ. ചെറുപ്പത്തില് സുന്നി കുടുംബത്തിലായോണ്ട് തന്നെ, സുന്നി കുടുംബത്തിൽ എന്താ പ്രശ്നം വെച്ചാൽ അള്ളാഹിന്റെ കഴിവുകൾ കുറഞ്ഞു പോയിട്ടുണ്ട്. അത് അള്ളാഹ്ക്ക് ഇത്രയും ആൾക്കാരൊക്കെ നോക്കി. അപ്പൊ നമ്മൾ തങ്ങളുടെ അടുത്ത് പോവും, ഇടയ്ക്കിടയ്ക്ക് പല ചാറങ്ങളിലും എവിടേക്ക് ഇങ്ങനെ പോവും. അപ്പൊ അള്ളാഹിന്റെ കഴിവ് കുറഞ്ഞ് വളർന്ന് എത്തിയിട്ട് ഇപ്പൊ മുജാഹിദിന്റെ ചെറിയ വിഭാഗം സലഫികൾ എന്ന് പറഞ്ഞ് അവകാശപ്പെടുന്ന ആൾക്ക് ഈ പിശാചിന് അള്ളാഹിന്റെ കാട്ടി കൂടുതൽ കഴിവുണ്ടോ ഇല്ലേ? ചോദിക്കണം സഹോദരന്മാരെ. പിശാചിന് അള്ളാഹിന്റെ കാട്ടി കൂടുതൽ കഴിവുണ്ടോ? ഇങ്ങനെ നോക്കി ദ്വാരുന്നാൽ കൊട്ടാരം ഉണ്ടാകുന്നില്ല, പക്ഷെ ഇങ്ങനെ നോക്കി അസൂയപ്പെട്ടാൽ കൊട്ടാരം തകർന്നു വീണു പോകുന്നു. എവിടെയാണ് സഹോദരന്മാർ അന്ധവിശ്വാസങ്ങൾ? അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുൽക്കിലെ 12ാമത്തെ വചനത്തിൽ അള്ളാഹു പഠിപ്പിച്ചിരുന്നത്, ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ്. അള്ളാഹിനെ അദൃശ്യമായിട്ട് ഭയപ്പെടുന്ന അർത്ഥം, അദൃശ്യമായിട്ട് ഭയപ്പെടുന്ന റബ്ബിനെ മാത്രമാവണം സഹോദരന്മാരെ. അദൃശ്യമായിട്ട് എന്നെ രക്ഷിക്കാനും ശിക്ഷിക്കാനും സർവശക്തനെ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ പറ്റൂ എന്നുള്ളത് വിശ്വസിച്ചു നോക്ക്. അന്തസ്സോടെ ജീവിക്കാം, അന്തസ്സോടെ. അല്ലെങ്കിൽ എന്ത് പറ്റുമോ സഹോദരന്മാരെ? സൂറത്തുൽ അൻആം ഞാൻ നേരത്തെ ഓതി വെച്ച ആയത്ത്, അല്ലദീന ആമനു വലം യൽബിസൂന ഈമാനഹും ബിളുൽമിൻ ഉലൈക ലഹുമുൽ അംൻ. ആര് വിശ്വസിച്ച് അതിൽ ളുൽമ് കലർത്താതിരിക്കുന്നാരോ അവർക്ക് നിർഭയത്വം ഉണ്ടാവും. നിർഭയത്വം. എനിക്കും നിങ്ങൾക്കും നമ്മുടെ വിശ്വാസത്തിൽ നിർഭയത്വം ഇല്ലെങ്കിൽ കരുതിക്കൊള്ളുക, നിങ്ങൾ ളുൽമ് എവിടുന്നോ കയറി വരുന്ന സഹോദരൻ, എവിടുന്നോ കയറി വരുന്നുണ്ട്. ഈ അടുത്ത് ഒരു രോഗി എൻ്റെ അടുത്ത് പറയാണ്, പഴയ മുജാഹിദ് ഫാമിലി, 5-4 ആണുങ്ങളുണ്ട്. അപ്പൊ ഒരിക്കൽ കല്യാണത്തിന് ഫോട്ടോ എടുക്കാൻ പോയപ്പോൾ ഈ 4 മുജാഹിദും ഫോട്ടോ എടുക്കാൻ റെഡിയായി. മറ്റു മനുഷ്യൻ വിട്ടുനിന്ന കാരണം ഫോട്ടോ ഹറാമായത് കൊണ്ടല്ല, മറിച്ച് ഈ 5 പേരെയും എടുത്ത് ഫോട്ടോ എടുത്താൽ ആരുടെയും കണ്ണീർ കൊള്ളുവന്ന്. എന്തിനാ മനുഷ്യ സ്വബഹിസ്കരിക്കുന്നത്? ഇതിനാണോ? ഒരു ഫോട്ടോയും നോക്കുമ്പോഴേക്ക് നിങ്ങൾ തകർന്നു പോകാൻ മാത്രമാണ് പിശാച്. പിന്നെ എന്തിനാണ് സഹോദരന്മാരെ സ്വബഹിസ്കരിക്കുന്നത്?
അന്തസ്സോടെ പറയും ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. മരിച്ചോട്ടെ, അന്തസ്സോടെ മരിക്കാം. അദൃശ്യമായൊരു ഭയം, അത് ദുൽമ് ശിർക്ക് കയറി വന്നാൽ തുടങ്ങും അദൃശ്യമായ ഭയം. ഈ അടുത്ത് എൻ്റെ ഒരു സുഹൃത്ത് ഒരു കുറെ ക്യാൻസറായിട്ട് പരീക്ഷിക്കപ്പെട്ടു. അദ്ദേഹം തൗഹീദുള്ള മനുഷ്യനായിരുന്നു. ഒരുപാട് ക്യാൻസറിൽ ഒരുപാട് പരീക്ഷിക്കപ്പെട്ട് മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ ഉമ്മ SLRC സ്റ്റുഡന്റ് മുജാഹിദായിരുന്നു, ഉപ്പ സുന്യ. ഈ 5 കൊല്ലത്തിനിടയിൽ ഈ ബാപ്പ പാവം നിസ്കരിക്കുന്ന ബാപ്പയാണ്. ഈ ബാപ്പ ദുനിയാവിൽ എല്ലാ ദർഗകളും പോയി. വീട്ടിൽ പുറത്തൊരു കിണറുണ്ട്, കിണർ കുത്തിപ്പൊളിക്കണോ, അല്ല ബാത്റൂം ഇപ്പുറത്തെ കന്നിമൂലയാണോ, ഇങ്ങനെ പതറിക്കൊണ്ടേയിരിക്കുക. എനിക്ക് കൃത്യമായിട്ട് ആയത്ത് ഓർമ്മ വന്നത്, നിങ്ങൾ ആകാശത്തിൽ നിന്ന് വീണ പോലെ കാറ്റുകൾ നിങ്ങളെ കൊണ്ടുപോകും, കൊണ്ടുപോകും, പക്ഷികൾ കൊണ്ടുപോകും. ഹിന്ദുക്കൾക്കും അമുസ്ലിങ്ങൾക്കും അതന്നെ സഹോദരന്മാരെ സംഭവിക്കുന്നത്. ശ്രീകൃഷ്ണൻ അമ്പലത്തിൽ പോയിട്ട് ആശ്വാസം കിട്ടില്ല, അപ്പൊ ഭഗവതി ക്ഷേത്രം പോകും, കുറച്ച് അമ്മ ഉണ്ടാവും, ശ്രീ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അതേ സമയത്ത് ഈ മുജാഹിദ് ഉമ്മ പറയാ, ഡോക്ടർ 5 കൊല്ലമായിട്ട് എന്റെ റബ്ബിന്റെ അടുത്ത് ഇങ്ങനെ കരുണോണ്ട് വിഷമം പറയാ, ആ കുട്ടി എന്തായാലും മരിച്ചു. ആലോചിച്ചോക്ക്. അപ്പം അത് യഥാർത്ഥത്തിലുള്ള തൗഹീദ് ഉള്ളതുകൊണ്ട് സഹോദരന്മാർ, ഈ ദുനിയാവിൽ തന്നെ ഒരു പരമ ലിബറേഷൻസ് ആണ് നമ്മുടെ ഹൃദയത്തിന് നിർഭയത്വം നൽകും അല്ലാഹു സുബ്ഹാനഹു വതആല. നാളെ പരലോകത്ത് പോയിട്ട് ശിർക്ക് കിട്ടും, അത് അല്ലാഹു തീരുമാനിക്കുന്നു. ഈ ദുനിയാവിൽ എനിക്കും നിങ്ങൾക്കും തൗഹീദ് ഉണ്ടെങ്കിൽ സഹോദരന്മാരെ, നിർഭയത്വം, അമ്ന്, അതാണ് ഈമാൻ വേണം സഹോദരന്മാരെ. ഇനി ശിർക്കിന്റെ വേറൊരു അംശം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ കഷ്ടകാലം എന്ന് നമ്മൾ അറിയാതെ പറഞ്ഞു പോകുന്നുണ്ട്. കഷ്ടകാലം എന്ന് ദയവ് ചെയ്ത് പറയും. നമ്മൾ ഒരു പ്രത്യേകിച്ച് അമുസ്ലിം സഹോദരനെ കൂടെ ജീവിക്കുമ്പോൾ അറിയാതെ പറഞ്ഞു പോകുന്നതാണ് കഷ്ടകാലം. കാലത്തിന് ദുഷിച്ചു പറയുന്നത് അള്ളാഹു പറഞ്ഞു, ഞാനാണ് കാലം എന്നാണ് അള്ളാഹു പറഞ്ഞത്. ഇനി നമ്മുടെ ഉമ്മത്തിന് കുറവുള്ളൊരു കാര്യമാണ് ഖദറിലുള്ള വിശ്വാസം. ഖദറിൽ നമുക്കറിയാം, ഈമാൻ കാര്യത്തിലുള്ള ഖദറിൽ അവസാന 6ാമത്തെ കാര്യമാണല്ലോ വനുഅ്മിനു ബിഹി വഖദരിഹി വഖൈരിഹി വശർരിഹി. അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ഹദീദ് 22ാമത്തെ വചനത്തിൽ അല്ലാഹു പറഞ്ഞു, മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫി അൻഫുസികും ഇല്ലാ ഫി കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഹ ഇന്ന ദാലിക അലല്ലാഹി യസീർ. ഭൂമിയിലും നിങ്ങളുടെ സ്വന്തം നഫ്സിലും ഒരു കാര്യം സംഭവിക്കുന്നില്ല, അതിന് മുന്നേ തന്നെ റഹ്മാനായ റബ്ബ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സഹോദരന്മാരെ, എത്ര ഭംഗിയാണ് നമ്മുടെ ഇസ്ലാമിന്റെ ഭംഗി എന്ന് വെച്ചാൽ ഖദറിലുള്ള വിശ്വാസമാണ്. നോക്ക്, വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ദുഃഖിക്കേണ്ട, ഭയപ്പെടേണ്ട. അള്ളാഹു പലയിടത്തും ഖുർആനിൽ പറയുന്നതാണ്, കഴിഞ്ഞ കാര്യങ്ങൾ ഓർത്ത് ദുഃഖിക്കണ്ട, അള്ളാഹു സുബ്ഹാനഹു എനിക്ക് നല്ലതിന് വിധിച്ചതാണ്. ഭാവിയെ ഓർത്ത് ഭയപ്പെടേണ്ട, റഹ്മാനായ റബ്ബ് എനിക്ക് നല്ലതേ വിധിക്കുള്ളൂ. എന്തെങ്കിലും സംഭവിച്ചോ അത് എന്റെ നന്മക്ക സഹോദരന്മാർ, എന്റെ നന്മക്കാണ്. ആക്സിഡന്റ് പറ്റി, നന്മക്കായിരിക്കും. എനിക്കും നിങ്ങൾക്കും തിരിച്ചറിയില്ല, ഞാൻ മരിച്ചു അറിയില്ല, എന്താ ഇവിടെ ജീവിച്ച ഒരുപാട് ഫിത്ന നേടേണ്ടിയിരുന്നു, അതില്ല, രക്ഷപ്പെട്ടു. എന്റെയും നിങ്ങളുടെയും ഈ മൊമെന്ററി ടൈമിലെ ബുദ്ധി വെച്ച് നമുക്ക് ഉപയോഗിക്കുമ്പോൾ ശരിയും തെറ്റും മനസ്സിലാവില്ല. റഹ്മാനായ റബ്ബിനാണല്ലോ, സ്ഥലകാല സമയ പരിധി ഇല്ലാത്ത റബ്ബിനാണല്ലോ അറിയുന്നത്. അതുകൊണ്ട് എല്ലാം എന്റെ ജീവിതത്തിൽ എന്ത് എഴുതി വെച്ചോ അത് സംഭവിക്കാൻ ഉള്ളതാണ് സഹോദരന്മാരെ. അത് റഹ്മാനായ റബ്ബ് നല്ലതിനെ വിധിക്കുള്ളൂ എന്നുള്ളൊരു വിശ്വാസം. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾക്ക് തവക്കുൽ നമ്മൾക്ക് ഇല്ല. ഉമ്മത്തിന് തവക്കുൽ ഇല്ല സഹോദരൻ. ജനിക്കുമ്പോൾ തന്നെ മക്കൾക്ക് ലൈഫ് ഇൻഷുറൻസ്, ഒരു 15 കൊല്ലം കഴിഞ്ഞാൽ കിട്ടേണ്ട ലൈഫ് ഇൻഷുറൻസ്, ഒരുപാട് അങ്ങോട്ട് പ്രീമിയം അടിക്കും, എനിക്ക് ഇങ്ങോട്ട് ഒരുപാട് പലിശ വാങ്ങും. ഇത് ഞാൻ ഹറാമാണെന്ന് പണ്ഡിതന്മാരോട് ചർച്ച ചെയ്തു. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, എന്തിനാ സഹോദരന്മാർ ഇൻഷുറൻസ്? ആലോചിച്ച് നോക്ക്. നമ്മൾ ഇറങ്ങുമ്പോൾ ബിസ്മില്ല, രാവിലെ സുബഹി 2 റക്അത്ത് നിസ്കരിക്കുക, പള്ളിയിൽ പോയിട്ട് ഇറങ്ങുമ്പോ ബിസ്മില്ലാഹി തവക്കൽതു സുബ്ഹാനല്ലദീ സഖറ ലനാ, എല്ലായിടത്തും നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് അള്ളാഹിനെ ഓർത്തുണ്ട്. പിന്നെ എന്തിനാ സഹോദരന്മാർ ലൈഫ് ഇൻഷുറൻസ്? തവക്കുൽ നഷ്ടപ്പെട്ടു. ഇന്ന് നോക്ക്, രോഗികളായാൽ പോലും ആദ്യം തന്നെ ഹോസ്പിറ്റലിന് പറ്റുക, 5 സ്റ്റാർ ഹോസ്പിറ്റലിൽ പോകണോ, മറ്റേ ഹോസ്പിറ്റലിൽ പോകണം, ആദ്യം റബ്ബിന്റെ അടുത്ത് പറയും, എന്നിട്ട് തീരുമാനിച്ചു ഏതൊക്കെ ഹോസ്പിറ്റലിൽ പോകണമെന്നുള്ളത്. തവക്കുൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സഹോദരന്മാർ. അല്ലാഹു സുബ്ഹാനഹു നോക്ക്, സൂറത്തു തലാഖിലെ 2:3 പറയാ, വമയത്തഖില്ലാഹ യജഅൽ ലഹു മഖ്റജ. അല്ലാഹു പറയാ, അള്ളാഹിനെ പേടിക്കുന്നവർക്ക് അള്ളാഹു ഒരു പോംവഴി കാണിച്ചു കൊടുക്കും. എനിക്കും നിങ്ങൾക്കും കണക്കാക്കാത്ത രൂപത്തിൽ അള്ളാഹു വഴി കാണിച്ചു തരും. ഒരുപാട് അനുഭവം ഉണ്ടാവും നിങ്ങൾക്കും എനിക്കുമൊക്കെ. അലൈസല്ലാഹു ബികാഫിൻ അബദ, എന്റെ റബ്ബ് മതി എന്ന് തോന്നണം. എന്റെ റബ്ബ് എന്റെ കൂടെ ഉണ്ട്. നിങ്ങൾ നോക്ക് സഹോദരന്മാരെ, സൗർ ഗുഹയില് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരുമിച്ചുണ്ടാകുമ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭയപ്പെട്ടു. അതാ ഒരുപാട് മുശ്രിക്കുകൾ ഇപ്പൊ പിടികൂടുവോ? ലാ തഹ്സൻ, ദുഃഖിക്കണ്ട, നീ ബേജാറാവണ്ട. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവോട്, ഇന്നല്ലാഹ മഅന, നമ്മുടെ റബ്ബ് കൂടെ ഉണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മുമ്പിൽ ചെങ്കടൽ, ബാക്കിൽ ഫിർഔൻ. എല്ലാരും ചോദിച്ചു, മൂസ കൈ വിടുന്നു, അള്ള വിട്ടോ? അവിടുത്തെ ഖുർആൻ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, മൂസാ നബി അലൈഹി സ്വലാത്തു ഒരു ചാഞ്ചലില്ല.
ഇന്ന മഅയ റബ്ബി, എന്റെ റബ്ബുണ്ട്. ഒരു ബോധമാണ് സഹോദരന്മാരെ. ഞാനും എന്റെ റബ്ബിന്റെ നടുവിൽ ഒന്നും ഉണ്ടാകാൻ പാടില്ല. പ്രവാചകൻ, മഹ്ദി, ശേഖ്, മലക്ക്, ജിന്ന്, ഔലിയ, ഭാര്യ, പിതാവ്, ദുനിയാവ്, സംഘടന ഒന്നുമില്ല, പേരും പ്രശസ്തിയും ഒന്നുമില്ല. ഞാനും എന്റെ റബ്ബ്. ഈ ഞാനും എന്റെ റബ്ബിന്റെ നടുവിലുള്ള മറകളെല്ലാം നീക്കിയാൽ ഒരു ഗുണം എന്താ പറയുക സഹോദരന്മാരെ? റഹ്മാനായ റബ്ബ് നേരിട്ട് ഇടപെടും എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ. തെളിവ് പറഞ്ഞ സഹോദരന്മാർ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തീ കുണ്ടത്തിൽ എറിയാൻ പോവുകയാണ്. ഹസ്ബുനല്ലാഹ് എന്ന് പറഞ്ഞപ്പോൾ ഒരു മലക്കിനെ ജിന്നിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചില്ല. ഒരു മലക്കും ജിന്നും ആവശ്യമില്ല. അല്ലാഹ് കൂനു ബർദൻ സലാമ എന്ന് പറഞ്ഞു. കത്തിജ്വലിക്കുന്ന തീനോട് പറഞ്ഞു സമാധാനാക്കി കൊടുക്ക്, തണുപ്പാക്കി കൊടുക്ക്. നേരിട്ടിടപെട്ടു അല്ലാഹ്. അപ്പം എല്ലാ മറകളും സഹോദരന്മാരെ, ഞാനും എന്റെ റബ്ബിന്റെ ഇടയിൽ ഒരു ഒന്നും ഉണ്ടാവരുത്. റബ്ബ് സുബ്ഹാനഹു വ തആല ഞാനും മാത്രം. അങ്ങനത്തെ ഒരു ബന്ധം നമുക്ക് നേടിയെടുക്കുന്ന സഹോദരൻ, റംസാൻ നമുക്ക് റംസാനോട് നമ്മൾ നേടിയെടുക്കേണ്ടതാണ്. ശരി, ഈ വിശ്വാസ കാര്യങ്ങളെല്ലാം നമ്മൾക്കുണ്ട്. ശരി, പക്ഷെ ഞാൻ പലപ്പോഴും ആലോചിച്ചു പോകാറുണ്ട്, 100% കൊണ്ട് ഗ്യാരണ്ടി നേടിയ 10ഓളം സഹാബാക്കളുണ്ടല്ലോ സഹോദരന്മാരെ, അവർ എപ്പോഴും കരഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഭയപ്പെട്ടിട്ടുണ്ട്. ഞാൻ ആലോചിക്കാം, റഹ്മാൻ റബ്ബ് അവരുടെ വിശ്വാസം നമ്മുടെ വിശ്വാസം എന്തൊക്കെയോ ഒരു കുഴപ്പമുണ്ട്. അതുകൊണ്ടുള്ള അവർ ജീവിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഭയപ്പെട്ടുകൊണ്ടിരുന്ന്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖബർ കാണുമ്പോൾ കരഞ്ഞുകൊണ്ടിരുന്നു. എനിക്ക് നിങ്ങൾക്ക് ഇന്ന് അവർ കണ്ണീര് വന്നിട്ടില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിസ്കരിക്കുമ്പോൾ ഇമാമത്തിക്കുമ്പോൾ കരഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് വെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് സൂറത്തുൽ ബഖറയിലെ 165, വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. അവർ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് റബ്ബിനെയാണ്. ഏറ്റവും കൂടുതൽ. ഒരു സംഘടനയും ഒരു പ്രസ്ഥാനവും ഒരു പേരും സമ്പത്തും ഒന്നുമല്ല, അള്ളാഹുവിനെയാണ് സഹോദരന്മാരെ. ഇത് ഞാൻ ഒരു ചെറിയ തെളിവ് നിങ്ങൾ ആലോചിച്ച് നോക്കുക. സൂറത്തുൽ ബഖറയിലെ 186 വചനത്തില് അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാന്റെ അടുക്കൊരു ആയത്ത് ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഭംഗിയായിട്ട്. വഇദാ സഅലക ഇബാദി. എനിക്ക് ആ ആയത്ത് വല്ലാത്തൊരു അതിശയം തോന്നിപ്പോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിക്കുക, എന്റെ അടിമ നിന്നോട് എന്നെ പറ്റി ചോദിച്ചാൽ എന്റെ അടിമ, എന്റെ ഡോക്ടർ, എന്റെ മോഡി, എന്റെ ബുഷ, ആരും ആയിക്കോട്ടെ, റഹ്മാനായ റബ്ബ് എന്നെ വിളിക്കുന്ന, നിങ്ങളെ വിളിക്കുന്ന എന്റെ അടിമ. ഞാൻ നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്ക് സാധനം, ഒന്ന് ചിന്തിച്ചു നോക്ക്. നമ്മൾ എത്ര പ്രാവശ്യം ജീവിതത്തിൽ എന്റെ റബ്ബ് എന്ന് പറയാൻ പറ്റിയിട്ടുണ്ട്? എന്റെ മൊബൈൽ, എന്റെ കാർ, എന്റെ വീട്, എന്റെ സംഘടന, എന്റെ കെട്ടിടം, എന്റെ അക്കൗണ്ട്, ഒരുപാട് എന്റെ ഉണ്ട്. പക്ഷെ എന്റെ റബ്ബ് കാക്കും എന്ന് എനിക്കും നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന അത്രേ ബന്ധമുള്ളൂ ഞാനും റബ്ബ് തമ്മില്. അടുപ്പമില്ല സഹോദരന്മാരെ. അതായിരുന്നു സഹാബാക്കൾ നോക്ക്, ഒരു വിധത്തിലുള്ള ഷിർക്കുൽ അസ്ഗർ പോലും കയറാൻ സമ്മതിച്ചില്ല. ഒരു ഷിർക്കുൽ അസ്ഗർ നമുക്കറിയാം, ലോകമാന്യത, റിയ, ഒരു കറുത്ത ഉറുമ്പ് കറുത്ത പാറനിമയത്ത് കറുത്തിരട്ടിൽ ഇങ്ങനെ കയറി വരും. അതുപോലെ ഷിർക്കുൽ അസ്ഗർ കയറി വരും. സൂറത്തുൽ കാഫിൽ 110 അല്ലാഹു ഓർമ്മിച്ചല്ലോ, ഫമൻ കാന യർജു ലിഖാ റബ്ബിഹി ഫൽയഅമൽ അമലൻ സാലിഹൻ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ. അവരവരുടെ സൽക്കർമ്മങ്ങളും പോലും ആരും കാണരുത്, എന്റെ റബ്ബ് കണ്ടാൽ മതി, എന്റെ റബ്ബിന് പ്രതിഫലം നൽകും. സൽക്കർമ്മങ്ങൾ പോലും, നമ്മുടെ ദുഷ്കർമ്മങ്ങൾ പോലും പച്ചയായിട്ട് വിളിച്ചു പറയും. അതാണ് ഞാനും നമ്മളും സഹാബാക്കളുടെ ഇടയിൽ. ഇനി നോക്ക് സഹോദരന്മാർ, നമ്മളും സഹാബാക്കളും തമ്മിലെ വ്യത്യാസം നോക്കാം. എന്താണ്? അള്ളാഹുവിനെ ഭയപ്പെടേണ്ട രൂപത്തിൽ ഭയപ്പെട്ടു. സൂറത്തുൽ ഗാഫിറിൽ 19 അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, എന്റെ കണ്ണിന്റെ കള്ള നോട്ടമുണ്ടല്ലോ മനുഷ്യ, അത് റബ്ബ് അറിയുന്നുണ്ട്. എന്റെ ഹൃദയത്തിലുള്ള വികാരങ്ങളുണ്ടല്ലോ, അത് റബ്ബ് സുബ്ഹാനഹു വ തആല അറിയുന്നുണ്ട്. ഒരു മുസ്ലിം ജീവിതത്തിൽ CCTV ആവശ്യമില്ല സഹോദരൻ, ആവശ്യമില്ല. കുട്ടികൾ പരീക്ഷാ ഹാളില് കോപ്പി അടിക്കരുത്. റോട്ടിലോട്ട് അങ്ങിറങ്ങിയാൽ അപ്പുറത്തും ഇപ്പുറത്തും വ്യഭിചാരമാണ്, ഖിയാമത്ത് നാളിന്റെ അടയാളമാണ് പോസ്റ്ററുകൾ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ പരസ്യമായി വ്യഭിചരിക്കും, ഖിയാമത്ത് നാൾ പ്രതീക്ഷിച്ചോ? വന്നു സഹോദരമേ, റോട്ടിലോട്ട് ഇറങ്ങിയാൽ അപ്പുറത്തും ഇപ്പുറത്തും വ്യഭിചാരമാണ്. എന്റെ കള്ളനോട്ടം റബ്ബ് അറിയുന്നുണ്ട്. ഒരു സ്ത്രീ അങ്ങോട്ട് പോകുന്നുണ്ട്, നമ്മൾ എന്റെ കള്ളനോട്ടം റബ്ബ് അറിയുന്നുണ്ട്. എനിക്ക് കൈക്കൂലി ഒറ്റ കാര്യമില്ല, വീട്ടിൽ വന്ന കൈക്കൂലി തരാം, റബ്ബ് സുബ്ഹാനഹു വ തആല ഉണ്ട്. ഇഹ്സാൻ എനിക്ക് നിങ്ങൾക്കുമില്ല. ഒരു സാധാരണ ഒരു പെൺകുട്ടിക്ക് ഉമർ തന്നെ പറഞ്ഞു പാലിൽ കുറച്ച് വെള്ളം ചേർത്തണം പറഞ്ഞപ്പോൾ പെൺകുട്ടി പറഞ്ഞു, ഇല്ല ഉമ്മ, റബ്ബ് കണ്ട്, ചെറിയ പെൺകുട്ടിയാ. പെൺകുട്ടിക്കുള്ള ഇഹ്സാൻ എനിക്കും നിങ്ങൾക്കും ഇത്രയും പ്രായമായിട്ട് കിട്ടിയിട്ടില്ല. ഒരുപാട് നോമ്പ് നിസ്കാരമാണ് ഞാൻ നിങ്ങൾ ചെയ്യുന്നത്, ഇഹ്സാൻ. അതുകൊണ്ടാണ് സഹോദരന്മാർ റോഡുകൾ നോക്കൂ, കുണ്ടും കുഴിയും. ഞാൻ ആലോചിച്ചു പറഞ്ഞു, നല്ലൊരു ഇഹ്സാനുള്ള PWD എഞ്ചിനീയർ ഉണ്ടെങ്കിൽ ഈ ഒറ്റ റോഡ് കുണ്ടും കുഴി ഉണ്ടാവില്ല. ഡോക്ടറിനെ എനിക്കറിയാം, ഒന്നും നോക്കാതെ കണ്ണും നോക്കിയിട്ട് ഒരുപാട് സ്ഥലത്തെ ടെസ്റ്റുകളും ഇൻവെസ്റ്റിഗേഷനൊക്കെ എഴുതും, കട്ട്സും കമ്മീഷനൊക്കെ കിട്ടും. എന്റെയും രോഗിന്റെ ഇടയിൽ പടച്ചോനുണ്ടെന്നുള്ള വിശ്വാസം വേണം. ആലോചിച്ചോക്ക്, ബിസിനസ്സുകാർ ശ്രദ്ധിക്കണം.
നിങ്ങൾക്കെതിരെ സൂറത്ത് തന്നെ അള്ളാഹ് ഇറക്കി, വൈലുൽ ലിൽ മുതഫിഫീൻ. ഇന്നെല്ലാം മായമാണ്. പച്ചക്കറി എല്ലാത്തിലും വിഷം, എല്ലാ സ്ഥലത്തും വിഷം. എന്തുകൊണ്ട് സാധനം, എന്തുകൊണ്ട്? നിങ്ങൾ വെച്ചോ, നല്ലൊരു ഹിസാൻ ഉണ്ടെങ്കിൽ ഒരൊറ്റ പട്ടാളത്തിനെയും പോലീസിനെയും പത്രത്തിനെയും ഒന്നും പേടിക്കണ്ട, കൈക്കൂലി വാങ്ങണ്ട, സത്യസന്ധമായി ജോലി ചെയ്താൽ ദുനിയാവിൽ ആരും പേടിക്കണ്ട. സ്ത്രീകളോട് പെരുമാറുമ്പോൾ നടുവിൽ റബ്ബുണ്ടെന്നുള്ളൊരു ബോധമുണ്ട്. ഈ ദുനിയാവിൽ ഒരു ലൈംഗിക ആരോപണം ഉണ്ടാവില്ല. ഈ തല ദുനിയാവിൽ ഒരൊറ്റ മനുഷ്യന് മുമ്പിൽ കുമ്പിടില്ല, റബ്ബ് സുബ്ഹാനഹു മുമ്പിൽ മാത്രം. ഇഹ്സാൻ വേണം സഹോദരൻ, ഇഹ്സാൻ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ഇന്ന് നമ്മുടെ ദുആകൾ ഒരുപാടുണ്ട്, പ്രാർത്ഥനകൾ ഒരുപാടുണ്ട്. കൈ നെഞ്ചിൽ തന്നെ വെച്ചുകെട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. പക്ഷെ അങ്ങ് പുറത്തിറങ്ങിയ പള്ളി പുറത്തിറങ്ങിയ നമ്മുടെ പ്രവർത്തനം നേരെ വിപരീത ദിശയിലാണ്. ദുആയും പ്രവർത്തനം രണ്ട് ദിശയിലാണ് സഹോദരന്മാരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്തറിയോ, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ശിക്ഷയോർത്തുള്ള ഭയം, അള്ളാഹുവിന്റെ കാരുണ്യത്തിനോർത്തുള്ള പ്രതീക്ഷ, ഇത് രണ്ടും സമമാവണം, ബാലൻസ് ഉണ്ടാവണം. അങ്ങനെയാണ് നിങ്ങൾക്ക് സ്വർഗം ഉറപ്പാണെന്ന്. ആലോചിച്ചോക്ക് സഹോദരന്മാർ, ഇന്ന് ഏറ്റവും വലിയ നമ്മുടെ പരീക്ഷണം പറഞ്ഞാലേ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു വിഷയമുണ്ട്. അത് സമ്പത്താണ്. അത് എല്ലാവർക്കും, പണ്ഡിതന്മാർക്കും എല്ലാവർക്കും സമ്പത്ത് ബാധകമാണ്. ഇനി ബദറും ഉഹുദും ഖന്തക്കും ഹുനൈനും ഒന്നും വരാനില്ല, ദുനിയാവിൽ ആർക്കുമില്ല. പക്ഷെ എനിക്കും നിങ്ങൾക്കും വരാനുള്ള ഏറ്റവും വലിയ പരീക്ഷണം സമ്പത്താണ്. അവിടെ മുസ്ലിങ്ങൾ വളരെ മോശമാണ്. 2.5% കൃത്യമായിട്ട് സക്കാത്ത് കൊടുക്കണം, സദക്കകൾ കൊടുക്കണം, പലിശ പാടില്ല, സ്ത്രീധനം പാടില്ല, കൈക്കൂലി പാടില്ല, അന്യരുടെ ഹക്ക് പാടില്ല, ഒരൊറ്റ മനുഷ്യനെ ഹക്ക് വേണ്ട, അവനവൻ അധ്വാനിച്ച് മാത്രം തിന്നാൽ മതി. ഇന്ന് ദീൻ ഉപയോഗിച്ച ആൾക്കാർ സമ്പന്നരാവുന്നുണ്ട്. ദീൻ ഉപയോഗിച്ച് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് തുടങ്ങണം. റിയൽ എസ്റ്റേറ്റ് ബിസിനസ് പരലോകത്ത് തുടങ്ങുന്ന സഹോദരന്മാർ. ഇപ്പൊ തന്നെ കൊട്ടാരത്തിന് വേണ്ടി ഒരുപാട് മാർബിളുകൾ അങ്ങനെ അയച്ചു കൊടുക്കുക, ഒരുപാട് കർമ്മങ്ങൾ ചെയ്ത് മാർബിളുകൾ ഇങ്ങനെ അയച്ചു കൊടുത്തോ, അള്ളാഹ് അതിന്റെ ആവശ്യമില്ല. പക്ഷെ നമ്മുടെ കർമ്മ മൂലം അങ്ങോട്ട് പോട്ടെ. പക്ഷെ നമ്മളിന്ന് ദീന് വിറ്റ് കാശുണ്ടാക്കുന്നു. ഏത് പ്രവാചകന സഹോദരന്മാരെ ദഅവത്ത് ചെയ്ത് മാത്രം പണക്കാരായത്? ഏത് പ്രവാചകൻ? എല്ലാ പ്രവാചകന്മാരും പാവങ്ങളായിട്ടാണ് മരിച്ചു പോകുന്നത് ദുനിയാവിൽ നിന്ന്. അവർ നൽകിയത് ഖുർആനാണ്. ആത്മീയമായ ഒരു ആനന്ദത്തിന് വേണ്ടി നമുക്ക് നൽകിയതാണ് അവരാരും സമ്പത്ത് വിട്ടേച്ചു പോയില്ല. അതുകൊണ്ട് സമ്പത്തിന്റെ കാര്യത്തിൽ നമ്മൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കുന്ന സഹോദരന്മാരെ, യഥാർത്ഥത്തിലുള്ള ഭയം എനിക്ക് നിങ്ങൾക്ക് കിട്ടുന്നില്ല. അള്ളാഹനെ ഭയപ്പെടേണ്ട മുറപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞതുകൊണ്ടാ, ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി. ഭയപ്പെടേണ്ട മുറപ്രകാരം നമ്മൾ ഭയപ്പെടണം. അതെങ്ങനെ ഭയപ്പെടും എന്ന് ചോദിച്ചാല് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫാത്തിറിൽ 28 പഠിപ്പിക്കുന്നുണ്ട്, ഇന്നമൽ യഖ്ഷല്ലാഹു മിൻ ഇബാദിഹിൽ ഉലമാ. അള്ളാഹിനെ ഭയപ്പെടണമെങ്കിൽ സഹോദരന്മാരെ അത് ഇൽമുള്ളവർക്ക് മാത്രമേ പറ്റുള്ളൂ. കൃത്യമായിട്ട് മനസ്സിലാക്കിയോ സഹോദരൻ? ഇൽമ ഖുർആൻ പഠിക്കണം. ഖുർആൻ പാരായണത്തിന് മാത്രമുള്ള ഗ്രന്ഥം അല്ല, അത് പാരായണം ചെയ്യണം, പഠിക്കണം, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം, എന്നിട്ട് പ്രബോധനം ചെയ്യണം. അങ്ങനെ ഭയം ഉണ്ടാവുള്ളൂ സഹോദരന്മാരെ. ഒരുപാട് പോസ്റ്റർ ഒട്ടിച്ചുകൊണ്ട് ഭയം ഉണ്ടാവില്ല, ഒരുപാട് ലഘുലേഖ കൊടുത്തുകൊണ്ട് ഭയം ഉണ്ടാവില്ല, ഒരുപാട് പ്രസംഗം കേട്ടുകൊണ്ട് ഭയം ഉണ്ടാവില്ല, പ്രസംഗിച്ചാലും ഭയം ഉണ്ടാവില്ല. യഥാർത്ഥത്തിലുള്ള ഭയം സഹോദരന്മാരെ, ഈ കർമ്മങ്ങൾ നന്നാവുന്നില്ല. നമ്മുടെ വിശ്വാസം കൊണ്ടുണ്ടല്ലോ നമ്മുടെ കർമ്മങ്ങളെ നന്നാക്കാൻ പറ്റുന്നില്ല. ഞാൻ നിങ്ങൾ നോക്ക്, പലപ്പോഴും വിശ്വാസവും കർമ്മവും രണ്ടായിട്ടാണ് നമ്മൾ കാണുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നാണയത്തിന് രണ്ട് വശമല്ല, ഒരേ വശമാണ്. ആമനു വ അമിലു സാലിഹാത്ത്. എവിടൊക്കെ ആമനു എന്ന് വന്നു, അമിലു സാലിഹാത്ത് വന്നു. പലയിടത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ യാ അയ്യുഹല്ലദീന ആമനു ഖൂലു ഖൗലൻ സദീദൻ കുതിബ അലൈക്കുമുസ് സിയാം. എല്ലായിടത്തും പറയുന്നത് വിശ്വസിച്ചവരെ എന്നാണ്. വിശ്വസിച്ചവരെ. നിങ്ങൾ നോക്കി, ഈമാൻ 70 ശാഖകൾ ഉണ്ടല്ലോ. ഏറ്റവും വലിയ ശാഖയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഏറ്റവും അടിയിലുള്ളത് വഴിയിലുള്ള തടസ്സം നീക്കുക. അത് വിശ്വാസത്തിന്റെ ഭാഗമാണ്. അതിനർത്ഥം പണ്ഡിതന്മാർ പറയുന്നത് എന്താ വെച്ചാൽ, നിങ്ങളെ കൊണ്ട് ആർക്കും ബുദ്ധിമുട്ടുണ്ടാകരുത് എന്നും കൂടി ഉണ്ട് അതിന്റെ അർത്ഥം. എന്നെ കൊണ്ട് ദുനിയാവിൽ ആർക്കും ബുദ്ധിമുട്ടുണ്ടാകരുത്, എല്ലാവർക്കും കഴിയുന്ന ഉപകാരങ്ങളൊക്കെ ചെയ്യാം. രാവിലെ എഴുന്നേറ്റ് അൽഹംദുലില്ലാഹി അഹ്യാനാ ബഅദ മാ അമാതനാ ഇലൈഹിൽ നുശൂർ എന്ന് ചൊല്ലി അവസാനം ഇറങ്ങും ബിസ്മിക അല്ലാഹുമ്മ അമൂതു വഹിയ. ഈ അൽഹംദുലില്ലാഹ് ബിസ്മിന്റെ ഇടയിലുള്ള ജീവിതം മുഴുവനും 24 മണിക്കൂർ 7 ദിവസം 365 ദിവസം തിൽക ഹുദൂദുല്ലാഹ്, അള്ളാഹുവിന്റെ അതിർവരമ്പുകൾ ഉണ്ട്. ആ അതിർവരമ്പുകൾക്ക് അപ്പുറത്ത് കടക്കാൻ പാടില്ലൊരു മുസ്ലിം, അല്ലെങ്കിൽ മുസ്ലിം ആവണ്ട. നിങ്ങൾ നോക്ക് സഹോദരന്മാരെ, ഒന്നെങ്കിൽ നമ്മൾക്ക് വിശ്വാസം സ്വീകരിക്കാം, അല്ലെങ്കിൽ ഒഴിവാക്കാം. അതിന് അള്ളാഹു പൂർണ്ണ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. എനിക്ക് വേണ്ടി കള്ളുകുടിക്കാം, വ്യഭിചരിക്കാം, ആരും എന്നെ തടയാനില്ല. പക്ഷെ എന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് തടയും. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ പിന്നെ അള്ളാഹിന്റെ അതിർവരമ്പുകളുണ്ട്.
എന്ത് കാണണം, എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, എന്ത് ചിന്തിക്കണം, എന്ത് ചിന്തിക്കരുത്, എല്ലാം റഹ്മാനായ റബ്ബ് കൃത്യമായിട്ട് താക്കീത് നൽകിയിട്ടുണ്ട്. നിങ്ങൾ നോക്ക്, സൂറത്തുൽ നൂറിലെ 55-ാമത്തെ വചനത്തില് അള്ളാഹു പഠിപ്പിച്ചു തരാം. വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സ്വാലിഹാത്ത് ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർള്. നോക്കണേ സഹോദരൻ, എന്ത് ഭംഗിയാണ്! അള്ളാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ഹക്കാണ്, ഒരിക്കലും ലംഘിക്കില്ല. അള്ളാഹ് പഠിപ്പിച്ചതാണ്, നിങ്ങൾ വിശ്വസിക്കുകയും സൽക്കർമ്മം ചെയ്തവരാർക്കോ അവർക്ക് ഈ ഭൂമിയിൽ പ്രാതിനിധ്യം നൽകും. കിട്ടി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു, ഇവർക്കെല്ലാം കിട്ടിയല്ലോ സഹോദരന്മാരെ പ്രാതിനിധ്യം. എനിക്കും നിങ്ങൾക്ക് എന്താണ് കുറവ്? നമ്മൾ ചിന്തിക്കണം. ആമനു വ അമിലുസ് സ്വാലിഹാത്ത്. 2 ഉദാഹരണം പറഞ്ഞുതരാം. ഞാൻ എൻ്റെ മെഡിക്കൽ കോളേജിൽ പഠിക്കുമ്പോൾ അപ്പോഴാണ് ഇസ്ലാമായിട്ട് പഠിക്കാൻ തുടങ്ങിയത്. അന്ന് 1990s. അന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിന് വലിയൊരു പേരായിരുന്നു, ഭയങ്കര ഒരു പേരാണ്, പ്രശസ്തിയൊക്കെ ഉണ്ട്. പക്ഷെ എന്ത് സംഭവിച്ചു സഹോദരന്മാരെ? ഇങ്ങോട്ട് വരുമ്പോൾ ചിന്ന ഭിന്നമായിട്ട് 3, 4, 5 എന്തുകൊണ്ട് സംഭവിച്ചു? അമലുകളുടെ കുറവാണോ? അല്ലല്ലോ. 2 പ്രോഫ്കോൺ ഉണ്ട്, 3 സമ്മേളനം ഉണ്ട്, 4 പ്രസിഡന്റ്. എന്തുകൊണ്ട് സംഭവിച്ചു? അതിലെ ആമനു, വിശ്വാസത്തിൽ ദുൽമ് കയറിക്കൂടി, പിശാച് കയറിക്കൂടി. അതാണ് സംഘടനകൾക്ക് സംഭവിക്കുന്നത്. ഇനി എന്തും നിങ്ങളുടെ ജീവിതം നോക്കുക. എനിക്കും നിങ്ങൾക്കും വിശ്വാസം ശരിയായി നമ്മൾ വിശ്വസിച്ചോളൂ, ശരി. പക്ഷെ എന്തുകൊണ്ട് എനിക്കും നിങ്ങൾക്കും ഈ സമൂഹത്തിൽ ജീവിക്കുമ്പം ഇസ്സത്തോടെ ജീവിക്കാൻ പറ്റുന്നില്ല? എന്റെയും നിങ്ങളുടെ കർമ്മഫലം, നിങ്ങളുടെയും കർമ്മഫലത്തിന്റെ കുഴപ്പം. അതിന് ഇഖ്ലാസ് ഇല്ല സഹോദരന്മാർ, ഇഖ്ലാസ് ഇല്ല. നമ്മൾക്ക് ക്വാളിറ്റി ഇല്ല, നമ്മൾ വിശ്വസിക്കുന്ന ക്വാണ്ടിറ്റി ഇല്ല. ഒരുപാട് ചെയ്യണം എന്നല്ല ഇസ്ലാം പറയുന്നത്, ക്വാളിറ്റിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നത്. എത്ര കൊല്ലം ജീവിച്ച് എന്നല്ല നോക്കുക, ജീവിച്ച 37 വർഷം എന്ത് ചെയ്തു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നോക്കുക. അഹ്സനു അമല, ദ ബെസ്റ്റ് ഓഫ് ഡീഡ്സ് ആരാ ചെയ്താൽ നോക്കുക. തുലാസ് തൂക്കി നോക്കും, എണ്ണി നോക്കൂല അള്ളാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് ക്വാളിറ്റി ഉണ്ടാവണം. അബ്ദുല്ലാ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കർമ്മമെങ്കിൽ സ്വീകരിച്ചിട്ട് റഹ്മാനായ റബ്ബേ ഞാൻ മഹാഭാഗ്യവാൻ. എന്തുകൊണ്ടാ വെച്ചാൽ കർമ്മങ്ങൾ മുത്തഖീനിൽ നിന്ന് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ അള്ളാഹു സുബ്ഹാനഹു വ തആല. ഇന്ന് നമ്മുടെ കർമ്മങ്ങൾക്കൊക്കെ അതിന്റെ മുൻഗണനാ ക്രമം തന്നെ സഹോദരന്മാരെ തെറ്റിയിട്ടുണ്ട്. ഇന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട് നിങ്ങൾ, റമദാനിൽ നോമ്പോക്കുന്ന മുസ്ലിങ്ങൾ 5 നേരം നിസ്കരിക്കില്ല. തറാവീഹ് സുന്നത്തിന് സജീവമായിട്ട് വരും, ഏശാ ഫർദ് ജമാഅത്ത് ഇല്ല. റമദാന്റെ സമയത്ത് ഉംറക്ക് പോകും, തീർച്ചയായിട്ടും അത് ഹജ്ജിന്റെ കൂലിയുണ്ട്, തീർച്ചയായിട്ടുണ്ട്. പക്ഷെ സ്വന്തം വീട്ടിൽ മടിയിൽ വന്നാൽ ജമാഅത്തിന് പോകാൻ പറ്റില്ല. സദക്കകൾ കൊടുക്കും, പക്ഷെ പലിശ വാങ്ങും. നമ്മൾ ലഘുലേഖകൾ ഒരുപാട് കൊടുക്കും. കഴിഞ്ഞ 1 വർഷമായിട്ട് ഖുർആൻ ഓതിയിട്ടുണ്ടോ എന്ന് ചോദിക്കണം. അതുകൊണ്ട് കർമ്മങ്ങൾക്ക് അതിന് ക്വാളിറ്റി ഉണ്ടാവുന്ന സഹോദരന്മാരെ. നമ്മുടെ വിശ്വാസം കൊണ്ട് നിങ്ങൾ നോക്ക്, നമ്മുടെ വീട്ടിന്റെ മുറ്റത്തുള്ള പള്ളിയിലേക്ക് എത്തുന്നില്ല. നിങ്ങൾ ചിന്തിക്കണം, എന്റെയും നിങ്ങളുടെ വിശ്വാസം കൊണ്ട് തൊട്ടടുത്ത പള്ളിയിലേക്ക് ജമാഅത്ത് എത്തുന്നില്ല. എന്നിട്ട് ഞാനും നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്റെ വിശ്വാസം കൊണ്ട് സ്വർഗത്തിൽ ജന്നത്തുൽ ഫിർദൗസിൽ എത്തണമെന്ന് വല്ലാത്തൊരു ദുരാഗ്രഹമാണ് സഹോദരന്മാരെ. ഞാൻ ക്ഷമിക്കണം, ആരും നിങ്ങളാരും കുറ്റപ്പെടുത്തുക. ഞാൻ എന്നെ തന്നെ വിമർശിക്കുന്നു. നിങ്ങൾ ഓരോരുത്തർ ആലോചിച്ചാൽ മതി. യഥാർത്ഥത്തിൽ ഇന്നത്തെ ഒരു സമുദായത്തിന്റെ അവസ്ഥ, റമദാൻ ആയിക്കഴിഞ്ഞാൽ സജീവമാണ് പള്ളി. ശവ്വാൽ 1 അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്ലീസിനെ ചങ്ങലയിൽ അങ്ങ് അയക്കും. അപ്പത്തേക്ക് നമ്മൾ മടിയന്മാരായിട്ട് അങ്ങ് വീട്ടിലിരിക്കും. എനിക്ക് ഓർമ്മ വരുന്നത് സൂറത്തുൽ ബഖറയിലെ മുനാഫിക്കുകളെ പറ്റിയൊരു ആയത്തുണ്ട്. വല്ലദീന ആമനു, അവരെ വിശ്വാസികളുടെ കൂടെ ആകുമ്പോഴത്തേക്ക് വിശ്വാസികളുടെ കൂടെ, വഇദാ ഖലൗ ഇലാ ശയാത്തീനിഹിം ഖാലു ഇന്നാ മഅക്കും. പിശാചികളുടെ കൂടെ ആകുമ്പോൾ നമ്മൾ പിശാചിന്റെ. ദയവ് ചെയ്തും നിങ്ങൾ ആലോചിച്ച് നോക്ക്, മദീനയില് ഒറിജിനൽ മുനാഫിക്കുകൾ സ്വബഹിക്ക് വന്നിട്ടുണ്ട്. ഞാനും നിങ്ങളും ശവ്വാൽ 1 ശഅബാൻ 30 വരെ സ്വബഹി വീട്ടിൽ കിടന്നുറങ്ങാൻ പോകുന്നു. എന്നിട്ട് നമ്മളോ മുഅ്മിനുകൾ, അഹ്ലുസുന്ന വൽ ജമാ. ഇവിടെ സഹോദരന്മാർ, ഞാനിത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നുണ്ട് ഇതൊക്കെ തകർക്കുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചു, സ്വബഹിക്ക് കിടന്നുറങ്ങുന്ന മനുഷ്യന് വീട്ടിൽ പോയിട്ട് തീ കത്തിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കണം, പള്ളി കൃഷി പോലെ ഇങ്ങനെ വരിക. ഓരോ സംഘടന വരുമ്പോൾ ഓരോ പള്ളികൾ, സ്വബഹിക്കുള്ള സഫ് 1ഉം 2ഉം. നമ്മൾ മാറണം സഹോദരൻ, നമ്മൾ മാറണം. നമ്മുടെ ജമാഅത്ത് മുസ്ലിം ഉമ്മത്ത് മാറണം. നിയത്ത് ചെയ്യുക, ആഗ്രഹിക്കുക, മനസ്സിലാഗ്രഹം അല്ലാഹു സുബ്ഹാനഹു വ തആല സാധിച്ചു തരും, ഉറപ്പ്. ഒരു കാര്യം കൂടി നിങ്ങളെ മുന്നിൽ വെക്കാം, വസിയത്താണ് സഹോദരൻ. ഒരുപാട് രോഗികളെ കാണുന്നുകൊണ്ട് പറയുന്നതാണ്, ഞാനും നിങ്ങളും ജമാഅത്ത് മാറിയിട്ടില്ലെങ്കിൽ ഉറപ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിക്കും എന്നെയും നിങ്ങളെയും. ഒരുപാട് രോഗികളെ കാണുന്നുണ്ട്, അവസാനായാലും രോഗം വന്ന് പ്രായം അസുഖമായി ഒരുപാട് പ്രശ്നം, അപ്പൊ വേറെ ഒരു രക്ഷയില്ല. അപ്പൊ അല്ലാ 5 നേരം പള്ളി, തഹജ്ജുദ്, സദക്ക്. ആലോചിക്കണം, നമ്മളിപ്പോ ഇങ്ങനത്തെ സ്വഭാവം കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മാറ്റിത്തരും. മാറ്റും സഹോദരൻ, മാറ്റും. എന്നെ നിങ്ങൾ പള്ളിയിലേക്ക് കൊണ്ടുവരും അല്ലാഹു.
എന്തുകൊണ്ടറിയോ? നമ്മൾ മടങ്ങി പോകാൻ ആഗ്രഹിക്കുന്ന അവിടുത്തെ വ്യക്തികൾ ഇമാമത്ത് നിന്ന ആൾക്കാരായിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂബക്കർ സിദ്ദീഖ്, അവർ ഇമാമത്ത് 5 നേരം നിന്ന ആൾക്കാരാ. ഞാനും നിങ്ങൾ വീട്ടിൽ പുരുഷന്മാർ ദയവ് ചെയ്ത് നമ്മൾ ജമാഅത്ത് അത് ശരിയാക്കണം. 5 നേരം ജമാഅത്ത് നിസ്കരിക്കുന്ന മനുഷ്യർ തെറ്റ് പറ്റാനുള്ള സാധ്യത വളരെ കുറവാ. പലപ്പോഴും നമ്മൾ പത്രങ്ങൾ വായിക്കാറില്ലേ, മുഹമ്മദ് കട്ടു, മറ്റയാൾ വ്യഭിചരിച്ചു. ഉറപ്പ് അവരുടെ ജീവിതം നോക്കി നോക്ക്, നിസ്കാരം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ജമാഅത്ത് ഉണ്ടാവില്ല. എന്തുകൊണ്ടാ? 5 നേരം നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ ഇപ്പോൾ അടുത്ത അസർ 4 മണി, പിന്നെ മഗ്രിബ്, ഏശ, പിറ്റേന്ന് സുബഹി, തെറ്റ് ചിന്തിക്കാനും കൂടി സമയം ഉണ്ടാവില്ല. ഇന്നസ്സലാത്ത തൻഹാനിൽ ഫഹ്ശാഇ വൽ മുൻകർ അള്ളാഹ് പറഞ്ഞിട്ടുണ്ടല്ലോ. അള്ളാഹ് പറഞ്ഞല്ലോ നമസ്കാരം മ്ലേച്ഛ വൃത്തിയിൽ നിന്ന് വിട്ടുവെക്കാൻ പറ്റും. എന്തുകൊണ്ട് നമ്മളെ നമസ്കാരത്തിന് പറ്റുന്നില്ലെന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക. ജമാഅത്തില്ല. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം കൊണ്ട് നമ്മൾ ഏറ്റവും ആദ്യം നമ്മൾ നേടിയെടുക്കേണ്ട ഒരു ഗുണമാണ് സഹോദരന്മാരെ ജമാഅത്ത്. അതായിരുന്നു സഹാബാക്കളുടെ ചര്യ. 5 നേരം കഴിയുന്നത്ര സ്വബൈ അറ്റ്ലീസ്റ്റ് നമുക്ക് വീട്ടിനടുത്തുള്ള അപ്പോഴേക്കും പറ്റണം. മറ്റത് പല സ്ഥലത്തുമായിരിക്കും, പല പള്ളിയിലായിരിക്കും. സ്വബൈക്ക് പോലും ജമാഅത്ത് വരാത്ത ആൾക്കാരെ പള്ളി സെക്രട്ടറിയും പ്രസിഡന്റും ആക്കരുത്. അവരെത്ര പണക്കാരായിക്കോട്ടെ, സ്വബൈക്ക് വരാത്ത ആൾക്കാരെ പള്ളി സെക്രട്ടറി പ്രസിഡന്റും ആക്കി കഴിഞ്ഞാൽ ആ സംഘടന, ആ പള്ളി നശിക്കും. അള്ളാന്റെ അനുഗ്രഹം ഉണ്ടാവില്ല. തൊട്ടടുത്ത് വീടും വെച്ചിട്ട് നമ്മൾ ജമാഅത്തിന് വരില്ല. ദയവ് ചെയ്ത് നമ്മൾ ജമാഅത്താക്കണം. നിങ്ങൾക്ക് സ്വർഗം കിട്ടുമോ നരകം കിട്ടുമോ നമുക്ക് കണക്കൂട്ടാം. 5 ദിവസത്തെ ജമാഅത്തിൽ എത്ര ജമാഅത്ത് പോകുന്നുണ്ട് ഇല്ലെന്ന് ആലോചിച്ചാൽ മതി. 5 എണ്ണത്തിൽ ഒരു ജമാഅത്തും ബാക്കി 4 നമ്മൾ വീട്ടിൽ നിന്ന്. അതുകൊണ്ട് ജമാഅത്തുകൾ നമ്മുടെ വിശ്വാസം കൊണ്ടേ നമ്മുടെ ജമാഅത്തെങ്കിലും നന്നാണ് സഹോദരന്മാരെ. ഇനി ശരി, നമസ്കാരം കഴിഞ്ഞാൽ ഞാനും നിങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു വിഷയം, അത് സൽസ്വഭാവമാണ്. സൂറത്തുൽ ജുമാ 2-ാമത്തെ വചനത്തിൽ അള്ളാഹു പഠിപ്പിച്ചിരുന്നു, ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതി വയുസക്കീഹിം. നോക്ക്, അവർക്ക് അള്ളാഹുവിനെ പറ്റി നോക്കണം. ഇത് മക്കയിൽ ഇറങ്ങിയ സൂറത്താണെന്ന് പറയപ്പെടുന്നത്. അവർക്ക് അള്ളാഹിനെ പറ്റി പറഞ്ഞു കൊടുത്തിട്ട് അത് സഹാബാക്കളുടെ തസ്കിയത്ത് ചെയ്തു, സംസ്കരിച്ചെടുത്തു. ഞാനും നിങ്ങളും എത്ര കാലേ സഹോദരന്മാരെ ഖുർആൻ ഓതുന്നത്, വയൽ കേൾക്കുന്നത്, ഖുർആൻ റംളാൻ എല്ലാം ഉണ്ട്. നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് തക്കുവന്റെ അടയാളങ്ങൾ എവിടെ വെച്ചാൽ താടിയും തൊപ്പിയും, അല്ലെങ്കിൽ നമ്മളെ വെള്ള വസ്ത്രം, നരിയാന്റെ മുകളിലെ പാന്റും, പിന്നെ ഒരു സംഘടനാ പ്രവർത്തനം. അയാൾക്ക് ഭയങ്കര ദീനിയായി. അങ്ങനെയല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തക്കുവ ഹാഹുന ഇവിടെ കാണിച്ചിട്ടാണ് സഹോദരൻ പറഞ്ഞു ഇവിടെ. അതുകൊണ്ട് നമ്മുടെ നമസ്കാരത്തിന് ശേഷം ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ ഓരോരുത്തരും നമ്മുടെ സ്വഭാവമാണ്. വിശ്വാസം കൊണ്ട് നമ്മുടെ സ്വഭാവം നന്നാക്കി എടുക്കുന്ന സഹോദരന്മാരെ. നമ്മൾ പലപ്പോഴും സൂറത്തുൽ അഹ്സാബിൽ 21-ാമത്തെ അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട്, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. പ്രവാചകൻ ഏറ്റവും ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ എക്സാമ്പിൾ ഉണ്ട്. എന്തെടുത്ത് നോക്കിയാലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ഭംഗിയായ എക്സാമ്പിൾ ഉണ്ട്. നമുക്ക് പക്ഷെ വിരലാട്ടുന്നതാണോ മുട്ട് കിട്ടുന്നത്, ഇത് മാത്രമേ ഉള്ളൂ. സഫിന് കാലിന് അടുപ്പിച്ചടുപ്പിച്ച് വെക്കണം, തീർച്ചയായിട്ടും സുന്നത്താ. മറ്റേ മനുഷ്യൻ പുഞ്ചിരി മറന്നുപോയി. ഹൃദയത്തിൽ നിന്നുള്ളൊരു പുഞ്ചിരി ഉണ്ടല്ലോ സഹോദരന്മാരെ, അത് സംഘടന മാകുമ്പോഴത്തേക്ക് മറന്നു പോയി. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറ്റി അള്ളാഹ് പറഞ്ഞു നോക്ക്, വഇന്നക ലഅലാ ഖുലുഖിൻ അളീം. നീ അതിമഹോന്നതമായ ക്യാരക്ടറാണ് നബിയെ. എന്റെ നിയോഗം സൽസ്വഭാവത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പൊ എന്റെ സ്വഭാവം, ഖുലുഖ് സ്വഭാവം, അതിലൂടെ മുആമിലാത്ത് ഇടപാടുകൾ, ഇതൊക്കെ നമ്മുടെ വിശ്വാസം കൊണ്ട് നന്നാക്കിയെടുക്കണം. സ്വഭാവത്തിന് സഹോദരന്മാര് നാളെ പരലോകത്ത് ഭയങ്കര ഘനം തൂങ്ങും. എന്റെ 1 മണിക്കൂർ പ്രസംഗത്തിനെക്കാട്ട് എത്രയോ കൂടുതൽ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് നമുക്ക് ഇസ്ലാമിനെ എത്തിച്ചു കൊടുക്കാൻ പറ്റും. പ്രസംഗം കേട്ടാൽ അതിങ്ങനെ ഇപ്പൊ തന്നെ തീർന്നു പോകും. നിങ്ങൾ നോക്ക്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഭാവത്തെ പറ്റി പറഞ്ഞു നോക്ക്. ഒരു മനുഷ്യന് ഏറ്റവും വലിയ അനുഗ്രഹം സ്വഭാവം, സൽസ്വഭാവമാണ്. രാവിലെ മുഴുവൻ നോമ്പ് നോക്കിയും രാത്രി മുഴുവൻ നിസ്കരിക്കുന്ന അത്രയും ദറജയിൽ നാളെ സ്വഭാവത്തിന് കൊണ്ട് കിട്ടും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല സ്വഭാവമുള്ള മനുഷ്യനും ഇങ്ങനെയായിരിക്കും നാളെ. ആലോചിച്ചോക്ക്, അത് മതിയില്ലേ സഹോദരന്മാരെ? അതാണ് സൽസ്വഭാവത്തിന്റെ പ്രത്യേകത. നിങ്ങൾ നോക്ക് സഹോദരന്മാരെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്വഭാവം ശത്രുക്കൾ ആ സമയത്ത് അബൂ സുഫിയാൻ പോലും അംഗീകരിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് മക്കം വിട്ടുപോകുമ്പോൾ ശത്രുക്കൾ പറഞ്ഞു പോകരുത്. ഉമറുഖാന്റെ പേര് സഹോദരന്മാരെ 14 നൂറ്റാണ്ടുകൾക്ക് ഇപ്പോൾ ഗാന്ധിജീന്റെ നാവിലെത്തി. എന്റെയും നിങ്ങളുടെ പേരുകൾ മരിച്ചു പോകുന്നതിന് മുമ്പ് കുഴിച്ചു മൂടപ്പെടുന്നുണ്ട്. എന്തുകൊണ്ട്? നമ്മുടെ സ്വഭാവ ദൂഷ്യം കൊണ്ട സഹോദരന്മാരെ. സ്വഭാവം ഇന്ന് നോക്കുക, ഞാൻ ഒരുപാട് പ്രവാചകന്റെ സൽസ്വഭാവത്തെ പറ്റി ഒരുപാടുണ്ട്. ഒരൊറ്റ ഉദാഹരണം സഹോദരന്മാരെ, പ്രവാചകൻ 40 വയസ്സിലാണ് ദഅവത്ത് തുടങ്ങിയത്. അത് 40 വയസ്സ് ദഅവത്ത് തുടങ്ങുന്നതിന് മുമ്പ് ഒരു വലിയ ഡിഗ്രി കിട്ടിയിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, അത് ഏത് മദീന കോളേജ്, അറബിക് കോളേജിൽ പോയിട്ടുള്ള ഡിഗ്രി അല്ല. അവിടെ കിട്ടിയൊരു ഡിഗ്രി ഉണ്ട് സഹോദരന്മാരെ, അൽ അമീൻ, വിശ്വസ്തൻ. ഞാനും നിങ്ങൾ ചിന്തിക്കുന്ന സഹോദരന്മാരെ, ഞാൻ വിശ്വസ്തനാണോ സഹോദരന്മാരെ? ജോലി സ്ഥലത്ത്, കുടുംബത്തില്, അങ്ങാടിയിലെ, സംഘടന, എല്ലാ സ്ഥലത്തും വിശ്വസ്തൻ, അൽ അമീൻ വേണം സഹോദരന്മാരെ. ഞാൻ കുറച്ച് ചീത്ത സ്വഭാവം കൂടി പറഞ്ഞ് എന്റെ വാക്കുകൾ പെട്ടെന്ന് അവസാനിപ്പിക്കാം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ചീത്ത സ്വഭാവം പറഞ്ഞു വെച്ചാലേ
നമ്മുടെ ശരീരത്തിലെ ശുദ്ധ പ്രകൃതിയിലാണ് നമ്മളൊക്കെ ജനിക്കുന്നത്. നിങ്ങൾക്ക് നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളെ മക്കളെ നോക്കിക്കോളൂ, അവരുടെ അടുത്ത് ഒരുപാട് പഠിക്കാൻ പറ്റും. അപ്പം എന്റെയും നിങ്ങളുടെയും നല്ല ശുദ്ധ പ്രകൃതി ജനിച്ച് ഞാനും നിങ്ങൾ അതിനെ മോശമാക്കി. അപ്പോൾ ചീത്ത കാര്യങ്ങളൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ എന്റെയും നിങ്ങളുടെ സൽസ്വഭാവം അങ്ങ് പുറത്ത് വെട്ടിത്തിളങ്ങും. ഒരു ചീത്ത സ്വഭാവം പറയട്ടെ. ഏറ്റവും ആദ്യത്തെ തിന്മ നമ്മൾക്കറിയാം, ഇബിലീസിന്റെ കാര്യം. ഇബിലീസ് എന്ത് സംഭവിച്ചു? അഹങ്കരിച്ചു. അഹങ്കാരം, സത്യം നിഷേധിക്കുക, ബാക്കിയുള്ളവരെ താണ് കാണുക. ഒരു മണി തൂക്കം അഹങ്കരിച്ചവൻ സ്വർഗത്തിൽ പ്രവേശിക്കേയില്ല എന്നാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. മണി തൂക്കം. ആലോചിച്ചോക്ക്, ഇബ്ലീസ് സഹോദരമായ ശിർക്കൊന്നും ചെയ്തിട്ടില്ല. ഇബ്ലീസ് ശിർക്കേ ചെയ്യില്ല. ഫബി ഇസ്സതിക, അള്ളാഹുവിന്റെ പ്രതാപമാണ് സത്യം എന്ന് പറഞ്ഞ് നേരിട്ടങ്ങ് പ്രാർത്ഥിക്കുക ചെയ്യുന്നത്. എന്ത് സംഭവിച്ചു? അഹങ്കരിച്ചു, പശ്ചാത്താപിച്ചില്ല. അപ്പൊ ഞാൻ വലുത്, സത്യം എത്തിയാലും അത് മറ്റേയാൾ പറഞ്ഞില്ല, അത് മൂത്തിസ്ല പറഞ്ഞത് കേൾക്കണ്ട. രണ്ടാമത്തത്, മറ്റെല്ലാവരും വഴിപിടിച്ചവർ എന്ന് തോന്നരുത്. ഒരു ശ്രദ്ധിക്കുക, നിങ്ങളെ മുഖം അങ്ങോട്ട് ചുളിച്ച് അങ്ങോട്ട് നടക്കല്ല, വിനയാന്വിതനായിട്ട് നടക്കണം. എന്നിട്ട് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് ശീലിക്കണം. അള്ളാഹു അക്ബറിന്റെ അർത്ഥം എന്താ പറയുക സഹോദരന്മാരെ? അത് അള്ളാഹു മഹാൻ ആണ് എന്ന് മാത്രമല്ല, അള്ളാഹു മാത്രമാണ് മഹാൻ. അള്ളാഹു മാത്രം, എല്ലായിടത്തും മാത്രം വെക്ക് സഹോദരന്മാർ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ മാത്രമല്ല. നിന്നോട് മാത്രമേ ആരാധനയുള്ളൂ, നിന്നോട് മാത്രമേ സഹായം തരില്ല. അള്ളാഹു മാത്രമേ മഹാൻ. ഖുർആൻ മാത്രമേ സംരക്ഷിച്ചു വെച്ചപ്പെട്ട ഒരു ഗ്രന്ഥമുള്ളൂ. മാത്രം അള്ളാഹു മാത്രം. ഞാനും നിങ്ങളും അന്തുമുൽ ഫുഖറായിലല്ല, ഡെസ്റ്റിറ്റ്യൂട്ട്സ്, ഭിക്ഷക്കാരാണ് ഞാനും നിങ്ങളൊക്കെ. ഭിക്ഷിക്കും സഹോദരന്മാർ, നമ്മളൊക്കെ ഭിക്ഷിക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മൾക്ക് ഒരു വിധത്തിലും അഹങ്കാരം പാടില്ല. പിന്നെ നോക്ക് സഹോദരന്മാരെ, രണ്ട് പാപങ്ങൾ, രണ്ട് അസുഖങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്റെ ഉമ്മത്തിനെ തിന്നു തീർക്കുമെന്നാ പറഞ്ഞത്. ഒന്ന് അസൂയ. നമ്മൾ നോക്ക് സഹോദരന്മാരെ, അസൂയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്താ അറിയോ? നിങ്ങളുടെ സ്വന്തം കർമ്മങ്ങൾ തിന്നു തീർക്കുമെന്നാണ്. നിങ്ങളുടെ സ്വന്തം കർമ്മം. അല്ലാണ്ട് ഞാൻ അസൂയപ്പെട്ടു നോക്കിയിട്ട് മറ്റു മനുഷ്യന്റെ ആരോഗ്യം പോക്കണ്ട. ഇല്ലേ? സുഹൃത്ത് യാസിന് പറഞ്ഞു, തായർക്കും മഴക്കും നിങ്ങൾക്ക് തന്നെ ദുശകനവും. അപ്പൊ അസൂയ പാടില്ല. ഏറ്റവും ആദ്യത്തെ കൊലപാതകം നടന്ന അസൂയ മൂലമാണല്ലോ. പിന്നെ നമ്മൾക്കറിയാം വിദ്വേഷം. ആരോടും വെറുപ്പ് വേണ്ട, ആരോടും വെറുപ്പ് വേണ്ട സഹോദരന്മാരെ. ആദർശത്തിനോട് വെറുപ്പുണ്ട്, ശിർക്കിനോട് വെറുപ്പുണ്ട്, അതിനോട് വെറുപ്പുണ്ട്. പക്ഷെ അത് ചെയ്യുന്ന ആൾക്കാരോട് ആവരുത്. കള്ളുകുടി വെറുപ്പാണ്, പക്ഷെ കള്ളു കുടിക്കുന്ന മനുഷ്യനെ വെറുക്കണ്ട. തിന്മയെ വെറുത്താൽ മതി. തിന്മ ചെയ്യുന്ന ആൾക്കാരിൽ ആരോടും. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച സൂറത്തുൽ ഹശ്റിലെ 10-ാമത്തെ വചനത്തിൽ റബ്ബനാ ഗഫിർ ലനാ വലിഖ്വാനിൽ ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൽ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. പ്രാർത്ഥിക്കണം. ഒരു വിശ്വാസിയോടും ഒരു മനുഷ്യനോടും വെറുപ്പുണ്ടാവരുത്. ഇനി മൂന്നാമത്തെ നോക്ക് സഹോദരന്മാരെ, ഊഹാപോഹങ്ങൾ പാടില്ല. ഒരു മനുഷ്യന് സ്വർഗം കിട്ടാൻ കാരണം തന്നെ എന്താ വെച്ചാൽ ആ മനുഷ്യൻ ബാക്കിയുള്ളവരെ പറ്റി ഒന്നും ചീത്ത വിചാരിക്കില്ല. സുബ്ഹാനല്ലാഹ്, എല്ലാത്തൊരു അന്തല്ലേ സഹോദരന്മാരെ. ഇനി നാലാം നോക്ക്, കളിയാക്കുക. നമ്മൾ ഉമ്മത്ത് ഒഴിവാക്കണം. പ്രസംഗിച്ചോളൂ, ഒരുപാട് സമ്മേളനം നടക്കട്ടെ, പക്ഷെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കരുത്. ഒന്നുകിൽ നിങ്ങൾക്ക് അവർക്ക് ഇഷ്ടമുള്ള പേര് വിളിക്കാം. സലഫി ദഅവ വിങ് പ്രവർത്തിക്കുന്നവരെ വിളിച്ചു, അവരെ ജിന്നൂരി എന്ന് വിളിക്കണ്ട. മുജാഹിദ് എന്ന് വിളിച്ചോളൂ, മടവൂരി എന്ന് വിളിക്കണ്ട. സുന്നികൾ അവർക്ക് ഇഷ്ടമാണ് സുന്നികൾ എന്ന് വിളിക്കുന്നത്. ഖുറാഫാത്ത് എന്ന് വിളിക്കണ്ട. അല്ലെങ്കിൽ അവർക്ക് ബാപ്പ ഇട്ട പേര് വിളിച്ചു കൊടുക്കുക, എ പി അബൂബക്കർ കാന്തപുരം മുസ്ലിയാർ എന്ന് വിളിക്കുക. ദയവ് ചെയ്ത് കളിയാക്കൽ നമ്മൾ ഒഴിവാക്കണം. നമ്മൾ ഉമ്മത്ത് ഒഴിവാക്കിയെങ്കിൽ നമ്മളെ ഉമ്മത്തിന് തന്നെ ഗുണം ഉണ്ടാവില്ല, ഇസ്സത്ത് തരില്ല, അള്ളാഹു തരില്ല അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കിയാൽ. ഞാൻ പലപ്പോഴും ആലോചിച്ചു പറഞ്ഞത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും ഒരു ഹദീസുണ്ടോ സഹോദരന്മാരെ അബൂ ജഹലിനെ അബൂ ലഹബിനെ കളിയാക്കിക്കൊണ്ടൊരു ദാവത്തുണ്ടോ? അങ്ങനെയില്ലല്ലോ. ഷിർക്കിന്റെ ഗൗരവം പറയാം, ഷിർക്ക് ചെയ്യുന്ന ആൾക്കാരെ കളിയാക്കിക്കൊണ്ടല്ല. അതുപോലെ തന്നെ ഗീബത്ത്, പരദൂഷണം. എത്ര ഭംഗിയായ സൂറത്തുൽ ഹുജറാത്തിൽ അള്ളാഹു പഠിപ്പിച്ചിരുന്നത്, സ്വന്തം സഹോദരന്റെ ശവം തിന്നാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്ന. എത്ര ഭംഗിയ സഹോദരന്മാരെ. എന്നാൽ ഇന്ന് വല്ലാത്തൊരു വിഷമം. ഒരു മാസങ്ങൾക്ക് ഒരു കൊല്ലം മുമ്പ് ഒരു തെറിപ്രസംഗം പറഞ്ഞ് യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ മതി. ഞാൻ 2 ദിവസം എനിക്ക് ഉറക്കം കിട്ടില്ല. സാധാരണ അൽഹംദുലില്ലാഹ് നല്ല സുഖമായിട്ട് ഉറങ്ങുന്ന, വല്ലാത്തൊരു കാഴ്ചപ്പാട്. പിന്നെ ഇപ്പൊ പ്രസംഗമൊക്കെ നിർത്തി കേൾക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുക, പരദൂഷണം പറയാ, ആരോപണങ്ങൾ. അതുപോലെ തന്നെ മുസ്ലിം ഉമ്മത്തിൽ നിന്ന് ഏറ്റവും വലിയ പ്രശ്നം ധൂർത്ത്. അത് നമ്മുടെ പ്രസിഡന്റും നമ്മുടെ സെക്രട്ടറിയും എല്ലാം ഉണ്ടാവും സഹോദരന്മാരെ. ഇന്നൽ മുബദ്ദരീന കാന ഇഖ്വാന ശയാത്തീൻ. ധൂർത്ത് സഹോദരന്മാരെ, കല്യാണം ധൂർത്ത്. ഏറ്റവും വലിയ കാറ് നമ്മളുടെ അടുത്തായിരിക്കും, ഏറ്റവും വലിയ വീട് നമ്മളതായിരിക്കും, ഏറ്റവും വലിയ കല്യാണം നമ്മളതായിരിക്കും. ആലോചിച്ചോക്ക് സഹോദരന്മാരെ, അത് പിശാചിന്റെയാണ്. നമുക്കിതൊക്കെ ഏറ്റവും വലുത് വേണം, ഇൻഷാ അല്ലാഹ് പരലോകത്ത് അല്ലാഹു തരും. അതുകൊണ്ട് ധൂർത്ത് നമ്മൾ ഒഴിവാക്കണം. പിന്നെ നമ്മളിലുള്ള നിഫാക്ക്, വാക്കുകൾ ലംഘിക്കും, വിശ്വസിച്ചാൽ ലംഘിക്കും, വാക്കുകൾ കളവ് പറയും, ദേഷ്യം പിടിച്ചാൽ പുലഭ്യം പറയും. നിഫാക്ക്. ഞാനും നിങ്ങളും ഓരോരുത്തരും
മുനാഫിക്കാണെന്ന് ആലോചിച്ചാൽ മതി. നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിക്കണ്ട. നമ്മുടെ വാക്കുകൾക്ക് പോലും, ഒരു ഉമ്മത്തിന്റെ വാക്കുകൾക്ക് പോലും വിലയില്ല. ഇപ്പോ ഇൻഷാ അള്ളാഹ്ക്ക് പോലും ഒരു വിലയില്ല. ഞാൻ വരാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് മനസ്സിൽ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ഇൻഷാ അള്ളാഹ് പോലും പറയും. ദയവ് ചെയ്ത് വരാൻ പറ്റില്ല മിണ്ടാണ്ട് നിൽക്കുക, കല്യാണത്തിന് പോകാൻ പറ്റില്ല മിണ്ടാണ്ട് നിൽക്കുക, ഇൻഷാ അള്ളാഹ് പറഞ്ഞ വെറുതെ പറ്റിക്കരുത്. അപ്പൊ വാക്കുകൾ, നമ്മുടെ സ്വഭാവം, വിശ്വാസം കൊണ്ട് നമ്മുടെ കർമ്മം നന്നാക്കണം, നമ്മുടെ സ്വഭാവം നന്നാക്കണം. അവസാനം ഈ സ്വഭാവത്തിനോട് ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമാറും, ഇടപെടലുണ്ടോ, മുആമലാത്ത്, ഇത് നന്നാക്കിയെടുക്കണം. ഒരു മുസ്ലിമിനെ പറ്റി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്ന് വെച്ചാൽ അവർ ഇണങ്ങുന്നവനാണ്, ഇണങ്ങാൻ ഇഷ്ടപ്പെടുന്നവനാണ്. ഇന്ന് നോക്ക് സഹോദരന്മാർ, നമ്മൾ സാഹോദര്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വാ, നമ്മളൊരു ഉമ്മത്ത്, നമ്മളൊരു ബ്രദേഴ്സ് ആണെന്നുള്ള ഫീലിംഗ് നഷ്ടപ്പെട്ടു നമ്മൾക്ക്. ദയവ് ചെയ്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പെരുമാറണം. നമ്മൾ എങ്ങനെയാണോ നമ്മളെ സ്നേഹിക്കുന്നത് അതുപോലെ നമ്മുടെ സുഹൃത്തിനെ സ്നേഹിക്കാം. മറ്റുള്ളവരെ നമ്മൾ വിലയിരുത്തണ്ട, ജഡ്ജ് ചെയ്യണ്ട. ഞാനും നിങ്ങൾ തീരുമാനിക്കേണ്ട അയാൾക്ക് തക്കുവേണ്ടോ, അയാൾക്ക് താടിയുണ്ടോ ഇല്ലേ. എനിക്ക് പറയാൻ പറ്റിയ ഇസ്ലാമിന്റെ സന്ദേശം എത്തിച്ചു കൊടുത്താൽ മതി. ബാക്കി അള്ളാഹു തീരുമാനിച്ചുള്ളൂ അവർ അഹ്ലു സുന്നയാണോ അല്ല മുസ്ലിമാണോ മുഅ്മിനാണോ മുനാഫിക്കാണോ നമ്മൾ വിലയിരുത്തണ്ട. അതുപോലെ പരസ്പരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിക്കണം, ബാക്കിയുള്ളവർക്ക് എളുപ്പമാക്കി കൊടുക്കണം, നീതി പുലർത്തണം, എല്ലാവരോടും ഗുണകാംക്ഷ ഉണ്ടാവണം. എല്ലാവരും നന്നാവട്ടെ. മുസ്ലിങ്ങളല്ല, അമുസ്ലിങ്ങളും നരേന്ദ്രമോദിയും എല്ലാവർക്കും അള്ളാഹു നല്ലത് വരട്ടെ, അദ്ദേഹത്തിന് ഹിദായത്ത് നൽകട്ടെ. അങ്ങനെയായിരിക്കണം ഒരു മുസ്ലിം ചിന്തിക്കേണ്ടത്. അപ്പം എല്ലാവർക്കും ഗുണം വരണം. ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കാം. പോകുമ്പോൾ 3 സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകുന്ന സഹോദരന്മാരെ മരിച്ചു പോകുമ്പോൾ. ഒന്ന്, സ്വന്തം മാതാപിതാക്കളുടെ തൃപ്തി, അത് മതി. അവരുടെ മാതാപിതാക്കളുടെ തൃപ്തിയോടെ ഞാൻ ഖബറിൽ പോയാൽ അള്ളാഹു തീർച്ചയായിട്ടും കാക്കും. രണ്ടാമത്തത്, നമ്മുടെ സ്വന്തം ഭാര്യയുടെ ഗുഡ് കോണ്ടക്ട് സർട്ടിഫിക്കറ്റ്. ശ്രദ്ധിക്കണം, സ്വന്തം വീട്ടിലുള്ള സ്വന്തം ഭാര്യയുടെ ഗുഡ് കോണ്ടക്ട് സർട്ടിഫിക്കറ്റ്. എന്റെ പ്രസംഗം കേട്ടുള്ള പെണ്ണുങ്ങളുടെ സർട്ടിഫിക്കറ്റ് അല്ല, നമ്മുടെ ദഅവത്ത് കണ്ടുള്ള പെണ്ണുങ്ങളുടെ സർട്ടിഫിക്കറ്റ് അല്ല. സ്വന്തം ഭാര്യ വീട്ടിൽ നല്ലൊരു ഭർത്താവാണ്. 3, സ്വന്തം മക്കളുടെ ആത്മാർത്ഥമായ ദുആ ഉണ്ടാവുന്ന സഹോദരന്മാരെ. ഇത് 3 ഉണ്ടെങ്കിൽ നമ്മളെല്ലാം രക്ഷപ്പെട്ടുപോയി. നല്ല വിശ്വാസം കൂടി ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ സ്വർഗത്തിൽ പോവാം. അതുകൊണ്ട് അതിനുവേണ്ടി കുട്ടികളെ ദുആ കിട്ടിയെങ്കിൽ അവരെ കൂടെ തന്നെ ജീവിക്കണം. അപ്പോൾ 2 താക്കോലുകൾ നിങ്ങൾ ഓർക്കണം സ്വർഗത്തിലേക്ക്. ഒന്ന്, മിതത്വം, തീവ്രത ഇസ്ലാമിലില്ല, ഉമ്മത്തൻ വസത്തിയത്തൻ. രണ്ടാമത്, ചെയ്യുന്ന കാര്യം അത് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം, ഇസ്തിഖാമത്ത് നഷ്ടപ്പെട്ടു വരുത്. എപ്പോഴും ഖുർആനായിട്ടും അള്ളാഹുവിന്റെ ഭവനമായിട്ടുള്ള നല്ലൊരു ബന്ധം സ്ഥാപിച്ചെടുക്കണം. നമ്മുടെ ജീവിതം അള്ളാഹുവിനെ റസൂലിനെ അനുസരിച്ചുകൊണ്ടാവാം, അള്ളാഹുവിനെ സമർപ്പിച്ചുകൊണ്ടാവാം. ഒരുപാട് സമാധാനം കിട്ടും. നല്ലൊരു മുസ്ലിമായി ജീവിക്കുമ്പോൾ ഇസ്ലാം ഉണ്ടെങ്കിൽ എനിക്കും നിങ്ങൾക്കും സമാധാനം ഉണ്ടാകും. ഈമാൻ ഉണ്ടെങ്കിൽ നിർഭയത്വം ഉണ്ടാവും. ഇഹ്സാൻ ഉണ്ടെങ്കിൽ ഇസ്സത്ത് നൽകും അല്ലാഹു സുബ്ഹാനഹു വ തആല. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു നമ്മൾ ഓരോരുത്തർക്കും ശുദ്ധമായ നിഷ്കളങ്കമായ വിശ്വാസം നൽകിയിട്ട് അനുഗ്രഹിക്കുമാറട്ടെ. ഈ വിശ്വാസത്തിനെ നിലനിർത്തി ജീവിതാന്ത്യം വരെ നമുക്ക് തുടരാൻ സഹായിക്കുമാറാകട്ടെ. നമ്മളെല്ലാവരുടെയും കർമ്മത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഖ്ലാസും ഇഹ്സാനും നൽകുമാറാകട്ടെ. നമ്മുടെ സ്വഭാവം ഉന്നതമായ സ്വഭാവമാക്കി തീർക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബ് ഒരുപാട് രോഗികൾക്കുണ്ട്, ആ രോഗികൾക്ക് ശിഫാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും ആരോഗ്യം ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെല്ലാവർക്കും ജീവിതത്തിന് അവസാനം വരെ ഹിദായത്ത് നിലനിർത്തി തരുമാറാകട്ടെ. ദുനിയാവിൽ ഒരുപാട് മുസ്ലിങ്ങളുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. അല്ലാഹു അവർക്ക് എളുപ്പമാക്കി കൊടുക്കട്ടെ, അവർക്ക് എല്ലാം എളുപ്പമാക്കി കൊടുക്കട്ടെ. റഹ്മാനായ റബ്ബ് നമ്മളെല്ലാവരും നല്ല ഈമാനോട് മരിക്കാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. നമ്മളെല്ലാവരും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുപോലെ ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടിത്തരുമാറാകട്ടെ. റബ്ബനാ ളലംനാ അൻഫുസനാ വ ഇല്ലം തഗ്ഫിർ ലനാ വ തർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.